ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെൻ്റർ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ഞാൻ ഷൊർണൂരിൽ നിന്നും പുതിയൊരു യാത്ര തുടങ്ങാൻ പോകണം. കുറച്ച് ഇന്ന് പുറത്ത് പോയി വീഡിയോ എടുത്തില്ല. അപ്പോൾ ഞാൻ അങ്ങാടി പുറത്തുനിന്ന് ഷൊർണൂർ വരെ എത്തിയ ചെറിയ 1-2 ക്ലിപ്സ് ഉണ്ട്. അന്ന് കണ്ടിട്ട് വീഡിയോയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. आने की संभावना है। അപ്പോൾ അങ്ങനെ നമ്മൾ ഷൊർണൂർ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളെ സ്വീകരിക്കാൻ കല്യാണ 21896 ബാഗ് 7 എത്തിയിട്ടുണ്ട്. 21896 21881 ബാഗ് 7 ആണ് കല്യാണ ഷെഡിന്. ഇവർക്ക് ഹൈ റൈസ് പാൻറ്റൊക്കെ ഉണ്ട്. BT പിൻ റേക്കാണ്. ഈ റേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ട്രെയിൻ ഒരു അല്പം ലേറ്റാണ്. നമ്മുടെ ട്രെയിൻ പുറത്തെത്തി, ഇവിടെ കിടക്കുകയാണ്. മുള്ളൂർക്കര കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് വള്ളത്തോളം കര എത്തിയിട്ടേ ഉള്ളൂ നമ്മുടെ വണ്ടി. ഇനി ഇവൻ വരാൻ വേണ്ടി കാത്തു നിന്നാണെന്ന് തോന്നുന്നു. നമ്മുടെ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിലോട്ട് കയറി വരികയാണ്. നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് 16334 തിരുവനന്തപുരം സെൻട്രൽ വെരാവൽ വീക്കിലി എക്സ്പ്രസ്സിനാണ്. നമ്മൾ ഇന്ന് ഷൊർണൂരിൽ നിന്നും ഗുജറാത്തിലെ വെരാവലിലേക്കാണ് നമ്മുടെ യാത്ര. ഇത് കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു യാത്രയാണ്. വെരാവലിൽ പോകുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടെ മീറ്റർ ഗേജ് ട്രെയിനിൽ യാത്രയാണ്. 2, സോംനാഥ് ജ്യോതിർലിംഗ ക്ഷേത്രത്തിലൊന്ന് പോകാനും. അപ്പോൾ നമ്മുടെ ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച രാത്രി നമ്മൾ ഷൊർണൂരിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച മൊത്തം ഓടി ബുധനാഴ്ച വൈകുന്നേരം 3:30 നമ്മൾ വെരാവലിൽ എത്തിച്ചേരും. ഈ വണ്ടിയുടെ റൂട്ടെന്ന് പറയുന്നത് ഷൊർണൂരിൽ നിന്ന് തുടങ്ങി മാംഗ്ലൂർ ജംഗ്ഷൻ, മഡ്ഗാവ്, പൻവേൽ, വസായി റോഡ്, അഹമ്മദാബാദ്, വിരംഗം, സുരേന്ദ്രനഗർ, വാങ്കനേർ, രാജ്കോട്ട്, അങ്ങനെ പോയിട്ട് ഇവൻ ജുനാഗഡ് വഴി ഇവൻ വെരാവൽ വഴി കയറുന്നതാണ് നമ്മുടെ ഈ ട്രെയിനിൻ്റെ റൂട്ട്. നമ്മുടെ യാത്ര ഇവിടെ നിന്ന് ജസ്റ്റ് ആരംഭിക്കാൻ പോവുകയാണ്. ഇതൊരു ലോങ് യാത്ര ആയതുകൊണ്ട് തന്നെ എപ്പിസോഡ് സ്റ്റൈലിലായിരിക്കും നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത്. എനിക്കൊന്ന് ഏകദേശം ഒരു 4 എപ്പിസോഡ് ആവാൻ സാധ്യതയുണ്ട്. ഒരു 40 മിനിറ്റിലെ 45 മിനിറ്റിൻ്റെ ഒരു എപ്പിസോഡാണ് എൻ്റെ ഒരു പ്ലാന്. ഈ റോഡ് ഷെഡിൻ്റെ 37310 ആണല്ലോ. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം വെരാവൽ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 6 ഷൊർണൂർ എത്തിയിരിക്കുകയാണ്. ഞാൻ B4 കോച്ചിലാണിന്ന്. നമുക്കെന്നാൽ
കൂടുതൽ വിശേഷങ്ങൾ യാത്ര പ്രോഗ്രസ് ചെയ്യുന്നതോടുകൂടി നമുക്കറിയാം. ഞാൻ പറഞ്ഞ ഒരു എപ്പിസോഡ് സ്റ്റൈലാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് ആയിട്ടായിരിക്കും ഇത് വരുന്നത്. ഒരു 40 മിനിറ്റ് അല്ല 45 മിനിറ്റ്, 1 മണിക്കൂർ താഴെ നിൽക്കുന്ന പോലത്തെ എപ്പിസോഡ്സ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ വരുന്നതാണ് എൻ്റെ കോച്ച് 181270. നല്ല പഴക്കമുള്ള കോച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന് സീറ്റ് നമ്പർ 36. അപ്പോൾ നമുക്ക് പതുക്കെ ഉള്ളിലേക്ക് കയറിയിടാം. നമ്മൾ അത്യാവശ്യം ലേറ്റായിട്ടാണ് ഷൊർണൂർ എത്തിയത്. അപ്പോൾ അത് ജസ്റ്റ് ഷൊർണൂരിൽ നിന്ന് എടുക്കുന്നു. അപ്പോൾ സമയം 10:55, 10:40 കൊണ്ടാകുന്നത്. 15 മിനിറ്റ് ലേറ്റാണ്. ഇത് സ്ഥിരമാണ് ഈ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പുകളിൽ എല്ലാ വണ്ടികൾക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ഥിരം വൈകി തന്നെ പോകാറ്. വണ്ടിയുടെ അവസ്ഥ ഒരിത്തിരി ശോകമാണ് കേട്ടോ. ഇപ്പം തന്നെ തിരുവനന്തപുരത്തുനിന്ന് ഓടി ഷൊർണൂർ എത്തിയിട്ടേ ഉള്ളൂ. കഷ്ടിച്ചൊരു 300 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. അതിനിടയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട്. എ സിക്ക് തീരെ കൂളിങ്ങുമില്ല. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ടു. ഞാനിപ്പോൾ ഇവിടുന്ന് വിടുന്നതോടുകൂടി ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോകണം. നല്ല ഉറക്കമുണ്ട്. നാളെ കൊങ്കൺ റെയിൽവേയാണ്. കൊങ്കൺ റെയിൽവേ നമ്മൾ നല്ലോണം പല പ്രാവശ്യം കവർ ചെയ്തിട്ടാണ്. തിരിച്ചു വരുന്ന കൊങ്കൺ റെയിൽവേ വഴി തന്നെയാണ്. അതുകൊണ്ട് നാളെ ഞാൻ അത്യാവശ്യം ഉറങ്ങിയിട്ട് കുറച്ച് ഉറക്കം മതിയായിട്ട് എണീക്കുള്ളൂ എന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ. പറയാൻ പറ്റില്ല, ഞാൻ നേരത്തെ ഉണരും. അപ്പോൾ എന്തായാലും ഇനി നാളെ എവിടെ മുതൽ തുടങ്ങുന്നു അവിടെ മുതൽ നമുക്ക് കാണാം. അപ്പോൾ തൽക്കാലം എല്ലാവർക്കും ശുഭരാത്രി. ആ കാണുന്ന ഹോം സിഗ്നൽ, റൂട്ടിംഗ് ഹോം സിഗ്നൽ രാജറാണിക്ക് വേണ്ടിയാണ്. രാജറാണി ജസ്റ്റ് കയറി വരുന്നു. നിലമ്പൂർ റോഡിൽ നിന്നും തിരുവനന്തപുരം നോർത്തിലേക്ക് പോകുന്ന രാജറാണി എക്സ്പ്രസ് ആണ്. ഏതോ ഒരു വാപ്പ് 4 ആണ്, നമ്പർ കാണാൻ വയ്യ. വാപ്പ് 4 വാപ്പ് 1 ആണ് 22018. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കി വിശേഷങ്ങൾക്ക് ഇനി നേരം വെളുത്തിട്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. Good morning. ഗാന്ധിധാം തിരുനെൽവേലി ഹംസഫർ എക്സ്പ്രസ് ആണ്. ഇപ്പോൾ ഏതാ സ്റ്റേഷനൊന്നും നോക്കിയില്ല. ഞാൻ ജസ്റ്റ് ഉണർന്ന് വന്നോളൂ. ഉണർന്ന് ജസ്റ്റ് ഡോറിലേക്ക് വന്നോണ്ട് വേണ്ടി ക്രോസിങ്ങിന് പിടിച്ചേക്കായിരുന്നു, നോക്കിയതാണ്. ഇന്നലെ രാത്രി ഒട്ടും ഉറക്കം ശരിയായില്ല. കാരണം നമ്മുടെ ഇതിലുള്ള ബാക്കി 4 പേര് ഒരു ഗ്രൂപ്പാണ്. അതായത് 2 മണി വരെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിർത്താൻ പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. ഇപ്പോൾ ഗുഡ് മോർണിംഗ് ഫോക്സ്. നമ്മളങ്ങനെ കുന്താപുരയിലേക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പായ കുന്താപുരയിലേക്ക് എത്തുകയായി. റൈറ്റ് സൈഡ് നിൽക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ലൂപ്പിൽ കയറും. നമ്മൾ ലെഫ്റ്റ് നിൽക്കുമ്പോൾ റൈറ്റ് സൈഡ് ലൂപ്പിൽ കയറും. ഇതാണ് നമ്മുടെ റെയിൽവേയുടെ ഒരു കാര്യം. അവിടെ ഒരു ജെയിൻ ഹോളിൻ്റെ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ഉറങ്ങിയിട്ടില്ലെന്ന് തന്നെ പറയാം. ഇന്നൊരു ഒരുവിധം എല്ലാ സ്റ്റേഷനും ഞാൻ കണ്ടായിരുന്നു. മാംഗ്ലൂരും ഞാൻ കണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് ഉറങ്ങി കണ്ടു വന്നപ്പോൾ വേണ്ടി ഉടുപ്പിയിലെത്തിയായിരുന്നു. ഉടുപ്പിയിൽ വെച്ചാണ് നമ്മൾ മത്സ്യഗന്ധ എക്സ്പ്രസിനെ ക്രോസ് ചെയ്തത്. ഞാൻ ക്യാപ്ചർ ചെയ്യാൻ പോയി. നല്ല പ്രകൃതി ഉറക്കത്തിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉടുപ്പി കഴിഞ്ഞ സ്റ്റേഷനിൽ നിർത്തിയപ്പോഴാണ് ഞാൻ എനിക്ക് വന്ന് നമ്മൾ ഗാന്ധിധാം നാഗർകോവിലിനെ ഗാന്ധിധാം നാഗർകോവിൽ ഹംസഫറിനെ ക്രോസ് ചെയ്തു. നമ്മളങ്ങനെ കുന്താപുര സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് കുന്താപുര സ്റ്റേഷൻ. സമയം 7:07. വണ്ടിക്ക് ഭയങ്കര ജോക്കിയാണ്.
തീരെ തിരക്കില്ല കേട്ടോ വണ്ടിയിൽ. ഇതാണ് നമ്മുടെ കോച്ച് 181270 ഈ കാണുന്നത്. D4 ആണ് നമ്മുടെ കോച്ച്. വണ്ടി തീരെ തിരക്കില്ല, വണ്ടി അത്യാവശ്യം കാലിയായിട്ടാണ് പോകുന്നത്. ഇതിന് പിന്നെ അറിയാമല്ലോ, ഇതിന് മിക്കവാറൊക്കെ ടിക്കറ്റിലൊക്കെ ഇനി അങ്ങോട്ട് പോയിട്ട് കയറുള്ളൂ, ഗോവയിൽ നിന്നൊക്കെ കയറുള്ളൂ. നമ്മൾ അഡ്വാൻസ് സ്റ്റാർട്ടർ ആയി കഴിഞ്ഞു, സ്റ്റാർട്ടർ ഇപ്പോൾ ആവും. ഇനി മിക്കവാറും സേനാപുരയിലോ എല്ലാം വെച്ച് നമ്മൾ അടുത്തവനെ ക്രോസ് ചെയ്യണം, നമ്മൾ ഗരീബ്രത്തിനെ ക്രോസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ചറവറ എന്ന് വെച്ചാൽ 3 ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നുണ്ട്. നമ്മുടെ LTT കൊച്ചുവേളി ഗരീബ്രത്തുണ്ട്, പിന്നെ മഡ്ഗാവ് മാംഗ്ലൂർ മെമു എക്സ്പ്രസ് ഉണ്ട്, അതുപോലെ കാർവാർ യശ്വന്ത്പൂർ ഇൻ്റർസിറ്റി ഉണ്ട്. നല്ല ഭംഗിയുള്ള പ്രദേശമാണിത്. ഹല്ലാടി എന്ന് പറഞ്ഞ റിവറാണ്, ഹല്ലാടി റിവർ. ഒരു ചെറിയ മൂടലുണ്ട് ഇന്നത്തെ ദിവസം. കുറച്ച് നേരം കഴിയുമ്പോൾ വെയിൽ വരുമ്പോൾ നല്ല ചൂടാവും, അപ്പോൾ ഈ മൂടലും ഒക്കെ പോവും. ഹല്ലാടി റിവറിൻ്റെ തന്നെ രണ്ടാമത്തെ പാലം. ഇവിടെയൊക്കെ നല്ലോണം മാൻഗ്രോവ്സ് ഉണ്ട്, കണ്ടൽക്കാടുകളുണ്ട് കണ്ടോ സൈഡിലൊക്കെ. ഈ സെക്ഷനിൽ ഒരുപാട് നദികളുണ്ട് കേട്ടോ, ഒരുപാട് നദികളും പാലങ്ങളും ഉണ്ട്. ഈ സെക്ഷനിൽ എവിടെയും ടണലില്ല. നമ്മുടെ ആദ്യത്തെ ടണൽ എന്ന് പറയുന്നത് ബൈന്ദൂർ എത്തുമ്പോഴെത്തും, അതുവരെ ടണലൊന്നുമില്ല. ബൈന്ദൂർ കഴിയുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് ടണൽ. നമ്മളങ്ങനെ സേനാപുര സ്റ്റേഷനിലാണ്. സേനാപുരയിൽ വെച്ച് ലോക്മാന്യ തിലക് ടെർമിനസ് തിരുവനന്തപുരം അത് ഗരീബ്രത്തിനെ ക്രോസ് ചെയ്യുന്നുണ്ട്. വൽസാഡിന് 30470. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ അടുത്ത ഹോൾട്ടായ മൂകാംബിക റോഡ് ബൈന്ദൂരിലേക്ക് എത്തുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു പോയപ്പോൾ പറഞ്ഞതാണ്, മൂകാംബികയിലേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ച് പോകാൻ താല്പര്യപ്പെടുന്നവർക്കുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ബൈന്ദൂരാണ്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒരു കഷ്ടിച്ച് 1/2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡുണ്ട്. ബസ് സ്റ്റാൻഡിൽ നിന്ന് മൂകാംബികയിലേക്ക് ബസ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഷെയർ ഓട്ടോ, ഷെയർ ടാക്സി പോലത്തെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് വരികയാണെങ്കിൽ ടാക്സി എടുക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റേഷൻ്റെ നേരെ പുറത്തുനിന്ന് ടാക്സി അവൈലബിൾ ആണ്. ഇവിടുന്ന് കഷ്ടിച്ചൊരു 40 കിലോമീറ്റർ മറ്റോ ദൂരമുള്ളൂ. നമ്മൾ ബൈന്ദൂർ എത്തിയ സമയം 7:34. ബൈന്ദൂർ സ്റ്റേഷൻ വിട്ടുകൊണ്ട് നേരെ ഫ്രണ്ടിൽ ടണൽ കാണാം. അതാണ് കൊങ്കൺ റെയിൽവേയുടെ ആദ്യത്തെ ടണൽ. അതാണ് സ്റ്റേഷൻ. ഈ വണ്ടിയിൽ സാധാരണ ഒരുപാട് പേര് ഇവിടെ വന്ന് ഇറങ്ങും. കാരണം
ഇങ്ങോട്ട് വരുന്നവർക്കുള്ളൊരു എളുപ്പ വഴിയാണ്. ടിക്കറ്റ് കിട്ടാൻ എളുപ്പമാണ് വണ്ടിക്ക്. ഇതൊരു ഫ്ലാഗ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ സിഗ്നൽസ് ഒന്നുമില്ല. ഇവിടെ ക്രൂവ് സാഹചര്യം നോക്കി വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുന്നത്. നമ്മളങ്ങനെ ബൈന്ദൂർ റോഡ് മൂകാംബികയിൽ യാത്ര തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഫസ്റ്റ് ടണൽ നമ്മൾ പാസ് ചെയ്യും. കൊങ്കൺ റെയിൽവേയിലെ സൗത്തിൽ നിന്നുള്ള ആദ്യത്തെ ടണൽ നമ്മൾ പാസ് ചെയ്യും. ഇതാണ് കൊങ്കൺ റെയിൽവേയിലത്തെ ആദ്യത്തെ ടണൽ. അപ്പോൾ അങ്ങനെ കൊങ്കൺ റെയിൽവേയിലത്തെ ആദ്യത്തെ ടണൽ കഴിഞ്ഞു. നമ്മുടെ ചാനൽ സ്ഥിരം കാണുന്നവർക്ക് അറിയാവുന്നതാണ്. ആദ്യത്തെ ടണൽ ബൈന്ദൂരും അവസാനത്തെ ടണൽ വീരശേഷം തൊട്ട് മുമ്പായിട്ടുമാണ്. നമ്മൾ ഷിരൂർ ഹോം സിഗ്നലാണ്. ഷിരൂർ ഹോം സിഗ്നൽ റെഡ് ആയിരുന്നു. ജസ്റ്റ് നമ്മൾ അടുത്തെത്താനായപ്പോൾ പച്ചയായി. ഒരു ചെറിയ നദി, വെയിൽ നല്ലോണം ഉദിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. എനിക്ക് അല്പസമയത്തിനുള്ളിൽ പുള്ളിക്കാരൻ നമ്മുടെ വാർമിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കാറ്റിന്. ഇതാണ് ഷിരൂർ സ്റ്റേഷൻ. നമ്മളെ കാലത്ത് ഇവിടെ മാംഗ്ലൂർ എക്സ്പ്രസ് മെമോ കിടക്കുന്നുണ്ട്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, വണ്ടി അത്യാവശ്യം കാലിയായിരുന്നു. ഇതായിരുന്നു മഡ്ഗാവ് മാംഗ്ലൂർ എക്സ്പ്രസ് മെമോ. ഞാൻ വിചാരിച്ച ഭയങ്കര തിരക്ക് വണ്ടിയായിരിക്കുന്നത് വിചാരിച്ചത്. കാരണം രാവിലെ മംഗലാപുരത്തേക്ക് പോകുന്ന വണ്ടിയാണല്ലോ. ഇത് മാംഗ്ലൂർ എത്തുമ്പോൾ ഏകദേശം ഉച്ചയോളാവും. ഉച്ച കഴിഞ്ഞ് തിരിച്ചും വരുന്നത്. അങ്ങനെ മുരുടേശ്വർ സ്റ്റേഷനിലേക്ക് എത്തുന്നു. സ്റ്റോപ്പില്ല, പക്ഷേ ക്രോസിംഗ് ഉണ്ട്. അവർ നമ്മളിവിടെ ലൂപ്പിലേക്കായിരുന്നു റൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓപ്പോസിറ്റ് ട്രെയിനും എത്തിക്കഴിഞ്ഞു. ഓപ്പോസിറ്റ് വണ്ടി അവിടെ തന്നെ നിന്നു. ഈ റോഡിൻ്റെ 22925 ആണ് ലോക്കോ. ഇത് കാർവാർ യശ്വന്ത്പൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. ഇത് കഴിഞ്ഞ മഴക്കാലം മുഴുവൻ, കഴിഞ്ഞ കൊല്ലത്തെ സീസൺ മുഴുവൻ ഓടാണ്ട് കിടന്നിട്ട് ഇപ്പോൾ ഓടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ നിർത്തുകയാണെന്ന് തോന്നുന്നു ഇവിടെ. ഞാൻ വിചാരിച്ച നിൽക്കുന്നതിന് മുമ്പ് അമ്മമാർ സ്റ്റാർട്ട് അടിച്ച് നമ്മളെ വിടുമെന്ന് വിചാരിച്ചത്. ഇല്ല, നമ്മൾ നിൽക്കുകയാണ്, നിർത്തിയിട്ട് പോകുന്നുള്ളൂ. ഒരു ചെറിയ റേക്കാണ്. ചെറിയ റേക്ക് ആയിട്ടും കൂടി വളരെ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് കോമ്പിനേഷനാണ്. ഇതിന്
ചെയർ കാറുണ്ട്, സ്ലീപ്പറുണ്ട്, 3A എക്കണോമി ഉണ്ട്, AC ചെയർ കാറുണ്ട്, അതുപോലെ വിസ്താഡോമും ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് വന്നു തുടങ്ങി. ഇത് ക്രോസിങ് ആയിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റിൽ മേടിച്ച് കഴിക്കണം. ഈ വണ്ടിക്ക് ആർഎൻകോ കാറ്ററിംഗ് ആണ്. കാറ്ററിങ് അതുകൊണ്ട് അത്യാവശ്യം നല്ല ഫുഡായിരിക്കും എൻ്റെ ഒരു പ്രതീക്ഷ. ഇതുണ്ട് AC ചെയർ കാറിൽ ഒരു മനുഷ്യനാണ്, ഉണ്ട് 2 പേരുണ്ട് കേട്ടോ. ഒരു മനുഷ്യനില്ല പറയാൻ തുടങ്ങുന്നത്, കറക്റ്റായിട്ട് 2 പേരെ കണ്ടുവരുന്നുണ്ട്. ആകെ 2 പേരുള്ളൂ. നമുക്ക് സ്റ്റാർട്ടായി. അപ്പം അങ്ങനെ ഇൻ്റർസിറ്റി പുറപ്പെട്ടു. ഇൻ്റർസിറ്റിയുടെ വിസ്താഡോം കോച്ചിൽ ഒരു മനുഷ്യനില്ല, കാലിയാണിത്. ഈ കോച്ചിൽ പിന്നെ ആൾക്കാരുണ്ട്. എനിക്കൊരു പ്രാവശ്യം ഇതിനെ കാർവാറിന്ന് മാംഗ്ലൂർക്ക് യാത്ര എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ജസ്റ്റ് കൊങ്കൺ റെയിൽവേ ഒന്ന് വിസ്താഡോം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് സ്റ്റാർട്ടായി, നമ്മളിതാ പുറപ്പെടുകയായി. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. നമുക്ക് ശരിക്കും ബൈന്ദൂർ കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് ഇവിടെ മാത്രമാണ്, അങ്കോലയിൽ മാത്രമാണ്. ഏകദേശം ഒരു 80 കിലോമീറ്ററോളം നോൺ സ്റ്റോപ്പ് റൺ ഉണ്ടായിരുന്നതാണ്. പക്ഷെ നോൺ സ്റ്റോപ്പ് കിട്ടിയില്ല, നമ്മൾ നിർത്തി. ഇനി നമുക്ക് ക്രോസിങ്സ് ഒന്നുമില്ല. ഇനി മിക്കവാറും നമ്മൾ അങ്കോല വരെ നോൺ സ്റ്റോപ്പ് ഓടും. അങ്കോല കഴിഞ്ഞിട്ട് മിക്കവാറും നമ്മുടെ റോക്കറ്റ് നമ്മൾ ക്രോസ് ചെയ്യും. പിന്നെ അതുപോലെ ഓഖ എറണാകുളം എക്സ്പ്രസ് ഉണ്ടെന്ന്. അപ്പോൾ ഇത് 2 ക്രോസിങ്സ് നമുക്ക് മിക്കവാറും മടുകാവിന് മുമ്പ് കിട്ടും. അങ്ങനെ മുരുടേശ്വരിൽ നിന്ന് തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറുന്നു. ഇപ്രാവശ്യം എനിക്ക് മറ്റേ നമ്മുടെ മുരുടേശ്വർ ടെമ്പിൾ കാണിക്കാൻ പറ്റിയില്ല. കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ലോങ്ങിന് കാണാൻ പറ്റും. ദൂരെ അമ്പലം കാണാം. വലിയ ക്ലാരിറ്റി ഇല്ല കാര്യം. ശരിക്കും മറ്റേ സൈഡ് സ്റ്റേഷനോട് കയറുന്നതിന് മറ്റേ സൈഡിലാണ് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിട്ടുണ്ട് പാൻട്രിയിൽ നിന്ന്. എൻ്റെ പതിവ് ഐറ്റമായ ഇഡ്ഡലിയാണ് മേടിച്ചിരിക്കുന്നത്. ഇഡ്ഡലി വട, ഒരു 3 ഇഡ്ഡലിയും ഒരു കുഞ്ഞി വടയുണ്ട്. ഒരു സാമ്പാറാണെന്ന് തോന്നുന്നു. സാമ്പാർ മാത്രമേ ഉള്ളൂ, ചട്നിയൊന്നുമില്ല. കഴിച്ചു നോക്കുന്നുണ്ട്. സംഭവം നല്ല സുഖമുണ്ട്. ഇത് ജസ്റ്റ് മിസ്സായിരുന്നു. ഞാൻ ഡോറിൽ വന്ന് ക്യാമറ ഓൺ ചെയ്യുമ്പോഴേക്കും സാധനം പോയി. ഇത് ഹൊന്നാവർ സ്റ്റേഷനിലാണ്. നമ്മൾ കിടക്കാവുന്നതിനോട് കുറച്ച് നേരമായി. എനിക്ക് തോന്നി ഫ്രൈറ്റ് ആയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കഴിച്ചു തീർത്ത് ഡോറിലേക്ക് വന്ന് ക്യാമറ ഓൺ ചെയ്യുമ്പോഴേക്കും ലോക്കോ പാസ്സായി. ഗാന്ധിധാം ഷെഡിൻ്റെ WDG 4G ആയിരുന്നു. നമ്മുടെ വണ്ടി ഓൺബോർഡ് ഹൗസ് കീപ്പിംഗ് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇഡ്ഡലി നല്ലായിരുന്നു. ഇഡ്ഡലി മാത്രം വെച്ച് നിർത്തണ്ടെന്ന് വെച്ചാൽ ഒരു ഉപ്പുമാവും കൂടി മേടിച്ചു. ചട്നിയാണെന്ന് അറിയില്ല. 2 വടയുണ്ട്, വളരെ കുറച്ച് ഉപ്പുമാവുണ്ട്. ഇതിനകത്ത് സാമ്പാർ തന്നെയാണ്. ഇതെന്താന്ന് നോക്കാം. അങ്ങനെ കുഴപ്പമില്ല, തണുത്ത് വന്ന് കാണാം. നമ്മളിത് വീണ്ടും നിർത്തുകയാണെന്ന് തോന്നുന്നു. വീണ്ടും ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു. ഗോകർണ റോഡ് സ്റ്റേഷനാണിത്. നമ്മൾ നിന്നതും ഓപ്പോസിറ്റ് ലൈനിലെ സ്റ്റാർട്ടർ മാറി കേട്ടോ, പച്ചയായി. എന്തോ വണ്ടി വരുന്നുമുണ്ട്, സൗണ്ട് കേൾക്കാം. മിക്കവാറും ഫ്ലൈറ്റ് ആയിരിക്കണം, കാര്യം ഈ സമയത്ത് വേറെ എക്സ്പ്രസ് ട്രെയിനുകളൊന്നും വരാനില്ല. ഫ്ലൈറ്റാണ്. ഒരു G9 ഹോൾഡ് ഫ്ലൈറ്റർ പോലെ ഉണ്ട് കണ്ടിട്ട്.
DDU ഷെഡിൻ്റെ 32875 BCN റേറ്റാ. ഇതാണ് ഗോകർണ റോഡിൽ നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം സൈഡ്. ഈ പ്ലാറ്റ്ഫോമിൽ ഫ്ലോറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫ്ലോറിംഗ് അപ്പോൾ റീസെൻ്റ്ലി ഇട്ടതാണ്. ഒരു കരിങ്കല്ലിനെയാണ് ഫ്ലോറിംഗ് ഇട്ടിരിക്കുന്നത്. മൊത്തത്തിൽ സ്റ്റേഷനിനെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഫ്ലോറിംഗ് മൊത്തം മാറ്റി നല്ല വൃത്തിയായിട്ടുണ്ട് സ്റ്റേഷൻ. ഇപ്പോൾ സമയം 9:06. ഞാൻ പറയുന്നത് നമുക്കിനി അതിൻ്റെ അടുത്ത സ്റ്റേഷനായ അങ്കോലയിൽ നമുക്ക് ഹോൾട്ട് ഉണ്ട്. ഗോകർണ റോഡ് നമുക്ക് ഹോൾട്ട് ഉണ്ടായിരുന്നില്ല. ഗോകർണ റോഡ് കഴിയുന്നതോടുകൂടി നമ്മുടെ ഇതിന് മൊത്തത്തിൽ ഒരുപാട് ചേഞ്ചസ് വരും. ടെറൈനും കുറേ കൂടി റോക്കി ടെറൈനാവും. ഇത്രയും നേരം റോക്കി എല്ലാവരും അല്ല, ഇത് കഴിയുമ്പോൾ കുറച്ചും കൂടി റോക്കി ആവും. ഇത് കഴിഞ്ഞ ഉടനെ ഗോകർണ കഴിഞ്ഞ ഉടനെ നമ്മൾ ഗംഗാവലിപ്പുഴ കിടക്കും. ഗംഗാവലിപ്പുഴ 2 വർഷം മുമ്പ് നമ്മുടെ ഒരു മലയാളിയായ ലോറി ഡ്രൈവർ മരിച്ച അതേ ഗംഗാവലിപ്പുഴ തന്നെയാണ്. ഇതാണ് ഗംഗാവലിപ്പുഴ. നദിയുടെ നടുക്ക് ഇപ്പോഴും മണൽത്തിട്ട കാണാം. മൺതിട്ട കണ്ടുവിടാം. നദിയുടെ നടുക്കായിട്ട് അവിടെയായിട്ടായിരുന്നു അന്ന് ആ ലോറി കണ്ടെടുത്തവർ. അതിന് ഇപ്പുറത്തെ സൈഡോട് ചേർന്ന് നദിയോട് ചേർന്നാണ് ഹൈവേ പോകുന്നത്. അവിടെ പണ്ടത്തെ മണ്ണിടിച്ചിലിൻ്റെ ഇപ്പോഴും ബാക്കിയൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ പുഴ നല്ല ശാന്തമായിട്ടാണ് ഒഴുകുന്നത്. ഇപ്പോൾ കാര്യം സമ്മറാണല്ലോ, അപ്പോൾ വെള്ളം കുറച്ച് കുറവായിരിക്കും. മഴക്കാലത്ത് അതിൽ നല്ലോണം കുത്തി ഒലിച്ച് വെള്ളം ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മളങ്ങനെ അങ്കോലയിലേക്ക് എത്തണം. എനിക്കെന്തോ അങ്കോല എന്ന് പറയുമ്പോഴൊക്കെ എനിക്ക് കുംട സ്റ്റേഷനാണ് മനസ്സില്ല. ഞാൻ ആ പ്രതീക്ഷയിലെ റൈറ്റ് സൈഡ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. റൈറ്റ് സൈഡിലാണ് കുംടയിലെ മെയിൻ പ്ലാറ്റ്ഫോം. പക്ഷേ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. ഇവിടുന്ന് അത്യാവശ്യം ആൾ കയറാനുണ്ട്. കാരണം അങ്കോലയിലെ സ്റ്റേഷൻ ബിൽഡിങ് കുറച്ച് താന്നിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. ഫ്രണ്ട്സ്, നമ്മുടെ കഴിഞ്ഞ നമ്മുടെ എന്താ പറയുക ബിക്കാനേർ യാത്രയിൽ, അതായത് നമ്മുടെ ശ്രീഗംഗാനഗർ എക്സ്പ്രസ് യാത്രയിൽ ഞാൻ പറഞ്ഞു ഈ ട്രെയിൻ ഒരുപാട് സ്ലാക്ക് ടൈം ഉണ്ട്. കാര്യം ഈ ട്രെയിന് ശരിക്കും ഒരു മൺസൂൺ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഷെഡ്യൂളില്ല. ഈ വണ്ടി എല്ലാ ഷെഡ്യൂളും ഒരേ ടൈമിന് ഓടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പതുക്കെ നിർത്തി പോകുന്നൊരു വണ്ടിയാണിത്. നമ്മളിപ്പോൾ അങ്ങനെ അങ്കോല സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ അധികം താമസിച്ചത് എടുക്കും. കാരണം ക്രോസിംഗ് ഒന്നും വരാനില്ല. ഇനി വരാനുള്ളത് നമ്മുടെ റോക്കറ്റാണ്. പക്ഷേ റോക്കറ്റ് കാർവാർ എത്തുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വളരെ ക്യൂരിയസ്ലി ഒരു ലൂപ്പ് ലൈൻ മൊത്തം അവർ സ്ലീപ്പേഴ്സ് സ്റ്റോർ ചെയ്തിരിക്കുക. ഇതൊക്കെ പഴയ സ്ലീപ്പേഴ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള സ്ലീപ്പേഴ്സ് തിരിച്ച് ഡിസ്പോസിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇവിടെ. ഫ്ലാറ്റ് വാഗൺസും കാണാൻ അവിടെ. അപ്പോൾ ഇതൊരു പ്രശ്നമാണ് ഇവിടെ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ പ്രീവിയസ് സ്റ്റേഷനിൽ ഫ്രൈറ്റിനെ കടത്തി വിട്ടത്. കാര്യം ഇവിടെ ഒരു ലൂപ്പ് ഒക്യുപ്പൈഡ് ആണ്, പിന്നെ മെയിൻ ലൈൻ്റെ കാര്യമുള്ളൂ, പിന്നെ ഈ ഒരു ലൂപ്പാണ്. ലൂപ്പ് നമുക്ക് നിർത്താൻ വേണം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നേരത്തെ അവനെ കൊണ്ട് കടത്തി വിട്ടത്. അപ്പം അങ്ങനെ അങ്കോളയിൽ നിന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ റോക്കറ്റിന് വേണ്ടി നമ്മൾ ഹാർവാർഡെ പിടിച്ചിടാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റോക്കറ്റിനെ കാർവാറിൽ വെച്ച് കാണും. ഇവിടെ കഴിഞ്ഞ യാത്രയിൽ നമ്മൾ ഇവിടെ നിർത്തിയായിരുന്നു അങ്കോളയിൽ. എനിക്കിപ്പോഴും ഓർമ്മ വന്നത് കഴിഞ്ഞ യാത്ര നമ്മളൊരു സ്പെഷ്യൽ ട്രെയിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്കോളയിൽ നിന്നായിരുന്നു. കഴിഞ്ഞ യാത്ര എന്ന് പറയുന്നത് ശ്രീഗംഗാനഗർ എക്സ്പ്രസ് യാത്രയാണ്. അതും ഇതും സെയിം സ്ലോട്ടിലോടുന്ന വണ്ടികളാണ്. ഇനി ഇതേ സ്ലോട്ടിലോടുന്ന മറ്റ് വണ്ടികൾ എന്ന് പറയുന്നത് ഒന്ന് നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ്, പിന്നൊന്ന് നമ്മുടെ എറണാകുളം ഒഖ എക്സ്പ്രസ്, പിന്നെ ഇതായിരുന്നത് ഭാവനഗർ എക്സ്പ്രസ്, തിരുവനന്തപുരം ഭാവനഗർ എക്സ്പ്രസ്, പിന്നെ വെരാവലും അതുപോലെ നമ്മുടെ ശ്രീഗംഗാനഗറും, പിന്നെ മരുസാഗർ എക്സ്പ്രസ്. മരുസാഗർ എക്സ്പ്രസ് ഒരു ഫുൾ ലെങ്ത് ഈ സ്ലോട്ടല്ല, അതിന് ഇടയ്ക്ക് വെച്ച് അതിന് സ്പീഡ് കൂടും.
നമ്മൾ ഗോകർണ കഴിഞ്ഞോടുകൂടി നല്ലോണം മലകളുടെ ഒരു ഏരിയയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ മലകളും ഭയങ്കര റോക്കി ആയിട്ടുള്ളൊരു ടെറൈനാണ് ഇവിടെ അങ്ങോട്ട്. അതുപോലെ ഇവിടെ ഈ കൃഷിയിലൊക്കെ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. ഇങ്ങോട്ട് കശുമാവ് നമുക്ക് നല്ലോണം കാണാൻ പറ്റും. മണ്ണ് ഏകദേശം ചുവന്ന മണ്ണ് തന്നെയാണ്. വീടിൻ്റെ സ്റ്റൈലും ഏകദേശം നമ്മുടെ കേരളത്തിലുള്ള പോലെയൊക്കെ തന്നെയാണ്. ടാച്ച്ഡ് റൂഫ് ഇതൊക്കെ ഉണ്ടാവും. നാടൻ വാസ്തുശില്പ ഇതാണ്. നമ്മളിപ്പോൾ മിക്കവാറും റോക്കറ്റിനെ ക്രോസ് ചെയ്യും. എൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ച് റോക്കറ്റ് നമുക്ക് വേണ്ടി ഹാർവാഡേ കിടക്കുന്നുണ്ട്. റോക്കറ്റ് ആയതുകൊണ്ട് അവനെ ഹാർവാഡ് ഔട്ടറിൽ നിർത്തിയിട്ട് നമ്മൾ ലൂപ്പി കയറ്റി വെച്ചിട്ട് അവനെ കടത്തി വിടും. അങ്ങനെയുള്ള ബോംബൺ റെയിൽവേ ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ. റോക്കറ്റിനൊരു എൻഡ്-ടു-എൻഡ് ട്രിപ്പ് ചെയ്യണമെന്ന് കുറേ കാലം വിചാരിക്കുന്നുണ്ട്. റോക്കറ്റ് എന്ന് പറയുന്നത് മുംബൈ CSMT മാംഗ്ലൂർ റോക്കറ്റിന്. ഓപ്പോസിറ്റ് വണ്ടി ഞാൻ ഒരു പ്രാവശ്യം ഉടുപ്പി ടു മുംബൈ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈ വലത്തോട്ടൊരു കാണുന്നൊരു മഞ്ഞ കളർ ആരോ കണ്ടോ? ഈ മഞ്ഞ കറുപ്പ് ആരോ, ഇതിനർത്ഥം ഒരു കോഷൻ ഓർഡർ വരുന്നുണ്ട് എന്നാണ്. അതിന് തൊട്ട് മുന്നിലായിട്ടൊരു കോഷൻ ഓർഡർ ആരംഭിക്കാൻ പോവുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ലോക്കോ പൈലറ്റുമാർ ഇത് കാണുമ്പോൾ അതിനനുസരിച്ച് സ്പീഡ് കൺട്രോൾ ചെയ്ത് വരണം എന്നാണ് ആ ബോർഡിൻ്റെ അർത്ഥം. ഇവിടെ ഇപ്പോൾ എന്തോ ഒരു കോഷൻ ഓർഡർ ഉണ്ട്. നമ്മൾ പതുക്കെ പോകുന്നത്. ഇതുവരെ സ്പീഡ് റെസ്ട്രിക്ഷൻ ബോർഡ് കണ്ടില്ല. കാൺപൂർ ഷെഡിൻ്റെ 37413 ആണ്. ഇതാണ് ഹാർവാഡ സ്റ്റേഷൻ. ആ കടന്നായിരുന്നു റോക്കറ്റ്. റോക്കറ്റ് എന്ന് പറയുന്നത് മുംബൈ CSMT മംഗളൂരു ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. റോക്കറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഇരട്ടപ്പേരാണ്. നമ്മളങ്ങനെ കാർവാർ ടണലിൽ നിന്ന് പുറത്തിറങ്ങി കാർവാറിലേക്ക് കയറാൻ പോന്നു. ഈ ടണലിനുള്ളിൽ 2 സിഗ്നൽ ഉണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ ഒരു 2 സിഗ്നലുകളുടെ ഇടയ്ക്ക് സാധനം 1 കിലോമീറ്ററാണ് ഗ്യാപ്പ്. അതിനുള്ളിൽ തന്നെ 2 സിഗ്നൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ മനസ്സിലായി, അവിടെ തന്നെ 1 കിലോമീറ്ററായി. അപ്പോൾ ഈ ടണൽ എനിക്കൊന്ന് 3-4 കിലോമീറ്റർ അങ്ങ് ഉണ്ടായിരുന്നു ടണൽ. കുറേ നേരം ഉണ്ടായിരുന്നു അതിനകത്ത്. നമ്മളങ്ങനെ കാർവാർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കാർവാർ ഒരു ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സാണ് കൊങ്കൺ റെയിൽവേയുടെ. അത്യാവശ്യം വലിയൊരു ടൗണാണ് നോർത്തേൺ കർണാടകയിൽ. ഉത്തര കർണാടക ജില്ലയിലെ ഒരു മേജർ ടൗണാണ്. ഇവിടെ നേവിയുടെ ഒരു വലിയ ട്രെയിനിങ് ഇതും അതുപോലെ ഒരു ചെറിയ പോർട്ടും ഒക്കെ ഉണ്ട്. പോർട്ട് സാധാരണ പോർട്ട്, നേവിയുടെ വലിയൊരു ട്രെയിനിങ് ഇതും നേവിയുടെ വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട് ഇവിടെ. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മളങ്ങനെ കാർവാർ സ്റ്റേഷനിലെത്തി. May I have your attention please? Door number 5332. Tiruvananthapuram Veeravati has arrived on platform 5. ഇതാണ് കാർവാർ സ്റ്റേഷൻ. നമ്മൾ 9:46 ഇവിടെ എത്തി. നമ്മളങ്ങനെ കാർവാറിൽ നിന്നും പുറപ്പെട്ടു.
റൈറ്റ് സൈഡിൽ ഞാൻ പറഞ്ഞത് മെയിൻ ലൈനും ഫ്രൈറ്റ് കിടക്കുന്നുണ്ടെന്ന്. ഇതാണ് ആ ഫ്രൈറ്റ്. ഒരു BOXN റേക്കാണ്. കാലിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാര്യം ഈ ഗ്യാപ്പിൽ കൂടെ ഒക്കെ കാണുമ്പോൾ അകത്തൊന്നും കാണാനില്ല. ഇത് കടന്ന ഉടനെ നമ്മൾ കാളി നദി കടക്കും. കാളി നദി കടന്നു കഴിഞ്ഞാൽ അസ്നോട്ടി സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ നേരെ ഗോവയിലേക്ക് കയറും നമ്മൾ. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറുന്നു. റൈറ്റ് സൈഡ് കിടക്കുന്ന BOXN റേക്കിന് GOCയുടെ ട്വിൻ WDG ഫോർസ് ആണല്ലോ. അപ്പോൾ എന്താണെന്ന് അറിയാം, ഞാൻ പലപ്പോഴും ഈ BOXN റേക്സ് കണ്ടിട്ടുള്ളപ്പോഴൊക്കെ DG ഫോർസ് ആണ് കണ്ടിട്ടുള്ളത്. എന്താ കാരണം എന്നറിയില്ല അതിന്. അപ്പം അങ്ങനെ നമ്മൾ കാർവാറിൽ നിന്നും പുറത്തിറങ്ങുന്നു. ഇതാണ് കാളി നദി. നമ്മൾ ദൂരെ ഹൈവേ കാണാം, നാഷണൽ ഹൈവേ 66. ഒരു ലോങ് ബ്രിഡ്ജാണ്. ഇതിനിടയ്ക്ക് ചെറിയൊരു തുരുത്തുകൾ പോലെയൊക്കെ ഉണ്ട്. സ്റ്റേഷൻ കർണാടകയിലെ ലാസ്റ്റ് സ്റ്റേഷനാണ്. ഈ ടണലിന് തൊട്ട് മുമ്പാണെന്ന് തോന്നുന്നു ബോർഡർ. സംശയം എനിക്ക്. അതെ, ഇവിടെ മുതൽ നമ്മുടെ ഗോവ സ്റ്റേറ്റ് ആണ്. വെൽക്കം ടു ഗോവ സ്റ്റേറ്റ്. അപ്പോൾ നമ്മളങ്ങനെ ഗോവയിലേക്ക് കയറിയിരിക്കുകയാണ്. കർണാടക കഴിഞ്ഞ് ഗോവയിലേക്ക് കയറി. ഗോവയിൽ എൻ്റെ ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റേഷൻ ലോലയ സ്റ്റേഷനാണ്. ഓർമ്മ ശരിയുണ്ട്. ആ പാലത്തിന് തൊട്ടപ്പുറത്ത് കടലാണ്. അവിടെ ഒരു ബീച്ചൊക്കെ ഉണ്ട്. ഈ പാലം എനിക്ക് എല്ലാ പ്രാവശ്യവും മിസ്സാവും. നമ്മളിപ്പോൾ ഏകദേശം കാൺകോൺ എത്താറായിട്ടുണ്ട്. അതായത് ലോലയായിരുന്നു ആദ്യത്തെ സ്റ്റേഷൻ ഗോവയിൽ. അത് കടന്നു. ആ സമയത്ത് ഒരു കോളോ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റേഷൻ കാൺകോണിലേക്ക് എത്താറായിട്ടുണ്ട്. നമ്മളിവിടെ എവിടെയെങ്കിലും നിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം ഓഖ എറണാകുളം എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യാനുണ്ട്. അവിടെ നമുക്ക് ദൂരെ കടൽ കാണാൻ പറ്റും റോഡിനപ്പുറത്ത്. നമ്മളിപ്പോൾ കാൺകോൺ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്.
അപ്പോൾ നമ്മളങ്ങനെ കാൺകോൺ സ്റ്റേഷനിൽ ലൂപ്പിലേക്ക് കയറാണ്. നമ്മളിവിടെ വെച്ച് ഓഖ എറണാകുളം എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ കാൺകോൺ സ്റ്റേഷനെത്തിരിക്കുകയാണ്. നമ്മൾ മലയാളികൾ വായിച്ച് തന്നെ കണകൊണ എന്ന് വായിക്കും, പക്ഷേ ഇത് ശരിക്കും കാൺകോൺ ആണ്. കാൺകോൺ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് നമ്മൾ. റോഡിൻ്റെ 3737 ആയിരുന്നു ഓഖ എറണാകുളം എക്സ്പ്രസ്. നമ്മുടെ മടക്കയാത്ര വണ്ടിക്കാണ്. അപ്പോൾ നമുക്കിന്ന് കുറച്ചിന് ഉള്ളിൽ പോയിരിക്കാം. നമുക്കിനി മടുകാമെത്തിയിട്ട് കാണാം. കുറച്ച് നേരമായിട്ട് നമ്മൾ ബാള്ളി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ കിടക്കുകയാണ്. ബാള്ളിയിൽ നിന്ന് മടുകാവിന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനാണ്. കുറച്ച് നേരമായിട്ട് ഇവിടെ കിടക്കുക. നമ്മൾ വന്നോട്ടനെ ഒരു ഫ്ലൈറ്റ് പോയി, അത് ഞാൻ പിടിക്കാൻ നിന്നില്ല. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10-12 മിനിറ്റോളമായി ഇതുവരെ നമ്മൾ പുറപ്പെട്ടിട്ടില്ല. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കോച്ചിൻ്റെ ബിൽഡേഴ്സ് പേജാണ്. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ ഓഗസ്റ്റ് 2018 പറ്റുന്നതാണ്. സദേൺ റെയിൽവേയുടെ 181270 ആണ് കോച്ച് നമ്പർ. മെയിൻ്റനൻസ് ഒക്കെ വളരെ ആവറേജ് ആണ്, അത്ര സൂപ്പറൊന്നുമല്ല, വളരെ ആവറേജ് മെയിൻ്റനൻസ് ആണ്. ടോയ്ലറ്റൊന്നും അത്ര ക്ലീനൊന്നുമല്ല, വെള്ളം അവരോടൊക്കെ കെട്ടി കിടക്കുന്നുണ്ട്. നമ്മളിത് കുറച്ച് നേരിട്ട് ബാള്ളി സ്റ്റേഷനിൽ കിടക്കുകയാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ പുതിയ യാർഡ് വർക്ക് നടക്കുന്നുണ്ട്. എനിക്കൊന്ന് അഡീഷണൽ ലൂപ്പ് ലൈൻ ലേ ചെയ്യാൻ തോന്നുന്നു. ഇവിടെ ആയിട്ടൊരു ഇതുണ്ട്, കണ്ടെയ്നർ ഡിപ്പോ ഉണ്ട്. അത് എനിക്കൊന്ന് യാർഡിന് അപ്പുറത്തെ എൻഡിലായിരുന്നു തോന്നുന്നു. കണ്ടെയ്നർ ഡിപ്പോ ഉണ്ട്, അതിലേക്ക് ലൈൻ ലേ ചെയ്യുകയാണോ എന്നൊരു സംശയം. മുകളിൽ നിന്ന് ട്രക്കുകളൊക്കെ ഇറങ്ങി വരുന്നതാണ്. ഇവിടെ ലാൻഡ് ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്ത് സ്ഥലം ഉണ്ടാക്കി പോകുന്നുണ്ട് അവർ. അപ്പോൾ അങ്ങനെ നമ്മളെ ഇവിടെ ഏകദേശം 1/2 മണിക്കൂറോളം പോസ്റ്റാക്കിയിട്ട് 22654 വരുന്നു ഓപ്പോസിറ്റ് ലൈനിൽ. നമ്മളിവിടെ 10:38 വന്നായിരുന്നു. ഇപ്പോൾ സമയം 11:09, 11:10 ഇപ്പോഴാണ് ഓപ്പോസിറ്റ് ഇവൻ പോയത്. അങ്ങനെ 11:12 നമ്മൾ ബാള്ളിയിൽ നിന്ന് എടുക്കുകയാണ്. ഒരു ഫ്രൈറ്റിനെ ക്രോസ് ചെയ്തു, ഞാൻ പിടിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞ് 22654 ക്രോസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ എടുക്കുകയാണ്. നമ്മൾ 10:30 മറ്റും മടുകാവ് എത്തേണ്ട വണ്ടിയായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 16 കിലോമീറ്ററാണ് മടുകാവിലേക്ക്. നമ്മൾ മടുകാവ് എത്താൻ എങ്ങനെ പോലെ ഒരു 11:20 കഴിയും. 20 പോരാ, ഒരു 11:30 കാര്യം 11:12 11:13 11:13 ഇനി 16 കിലോമീറ്ററിന് 16 മിനിറ്റ് എടുത്താലും 11:29. ഇവിടുത്തെ ലൈറ്റ് നോക്കണ്ട, കാര്യം ചെറവറാസിലാക്കിയത് കഴിഞ്ഞാലും. പിന്നെ എനിക്കൊന്ന് മഡ്ഗാവിൽ പ്ലാറ്റ്ഫോം ഫ്രീ ഉണ്ടായിരുന്നില്ല തോന്നുന്നു. കാര്യം മഡ്ഗാവിൽ ഇപ്പോൾ 22654 ഉണ്ടായിരുന്നു. പിന്നെ ഗോവ സമ്പർക്രാന്തി വന്നിട്ടുണ്ട് ചണ്ഡീഗഡിൽ നിന്ന്. ഒരു ഗോവ സമ്പർക്രാന്തി ചണ്ഡീഗഡിലേക്ക് പോകുന്നതുണ്ടായിരുന്നു. അതിപ്പോൾ 11:20 ഇവിടെ പുറത്ത്. അപ്പോൾ അതുമുണ്ട്. അപ്പോൾ 3 പ്ലാറ്റ്ഫോമായി. പിന്നെ പഞ്ചാംഗയുടെ റേറ്റ് 4ാമത്തെ പ്ലാറ്റ്ഫോം. പിന്നെ മിക്കവാറും കൊങ്കൺ കന്നി ഏതെങ്കിലും വണ്ടി വന്ന റേറ്റ് കിടപ്പുണ്ടാവും. വേറെ പ്ലാറ്റ്ഫോം കാലി ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ പിടിച്ചിട്ടത്. അത് പതിവ് പോലെ കൊങ്കൺ റെയിൽവേയുടെ കൺട്രോളിങ് വൈഭവത്തിൻ്റെ ആണോ എന്നറിയില്ല. ഇവിടെ ഞാൻ ഈ പറഞ്ഞ യാർഡ് വർക്ക് നമുക്ക് ലെവലായിട്ട് വരുന്ന കാണാം. നീണ്ടു നിവർത്തി ഇവിടം വരെ ലൈൻ വരുന്നുണ്ട്. അപ്പം മിക്കവാറും ഇതൊരു സ്റ്റേബിളിംഗ് ലൈനോ അല്ലെങ്കിൽ ഷണ്ടിങ് ലൈനോ വല്ലതും ആയിരിക്കും ഇത്.
ഇതായിരുന്നു പ്രപ്പോസ് സാരസ്വറ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ഇവിടുത്തെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്, കല്ലും മണ്ണൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് വർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്താണോ എന്നറിയില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതൊരു ക്രോസിംഗ് സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ഈ ബള്ളിയിൽ നിന്ന് കിടന്നാൽ അരമണിക്കൂർ കിടക്കേണ്ടി വരില്ല. ഫസ്റ്റ് ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ വന്ന് നടക്കാമായിരുന്നു. ഇതാണ് കുളയമിലേക്ക് പോകുന്ന ലൈന്, വാസ്കോ കുളയം ലൈന്. വാസ്കോ കുളയം അങ്ങനെ കാസൽ റോക്ക് ലോണ്ടെ പോയിട്ട് ബാംഗ്ലൂർ മീറജ് ലൈനോട് ജോയിൻ ചെയ്യും. നമ്മുടെ പൂർണ്ണ എക്സ്പ്രസ് ഇതുവഴിയാണ് പോകുന്നത്. പൂർണ്ണ ഓൾറെഡി റിവേഴ്സ് ചെയ്ത് പോയി കഴിഞ്ഞു. ലൈൻ ആ ഡബിൾ ലൈന് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഹുബ്ബള്ളി ഡിവിഷൻ്റെ കീഴിലാണ്. അല്പം മുമ്പിലായിട്ട് അത് കേരളയ്ക്ക് കയറും. പിന്നെ മജോർദന് വീണ്ടും അത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ തുടരും. SWRൻ്റെ സ്റ്റാഫാണ്. ഈ ബോർഡിലാണ് SW ടെറിട്ടറി തീരുന്നത്. നമ്മളങ്ങനെ മഡ്ഗാവിലേക്ക് കയറുകയാണ്. മഡ്ഗാവിൻ്റെ കോച്ചിങ് ഡിപ്പോ കഴിഞ്ഞു. ഏത് പ്ലാറ്റ്ഫോമിലോട്ടാണ് കയറുന്നത് ഒരു പിടിയില്ല. ഒന്നിലേക്കല്ല, എന്തായാലും രണ്ടല്ലെങ്കിൽ മൂന്നാണ്. ഒരു അലവലാതി അപ്പുറത്തെ ഭാഗത്ത് നിന്ന് സ്മോക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് വലിച്ചു തുടങ്ങിയത് ഓടിച്ചു വിട്ടു വിടുന്നു. അപ്പുറത്ത് കയറുന്ന വലിക്കുന്നുണ്ട്. പൊതുസ്ഥലത്ത് വലിക്കരുതെന്ന് പറയുന്നത് ബാക്കിയുള്ളവരെയും കൂടെ ആരോഗ്യം ഓർത്തുകൊണ്ടാണ്. അവനവൻ്റെ കുറച്ച് നേരത്തെ പ്ലഷറിന് വേണ്ടി ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് എനിക്കിതൊരു മനസ്സിലായിട്ടില്ല. മഡ്ഗാവിലോട്ട് കയറുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 കാലിയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 വണ്ടിയൊന്നുമില്ല. പക്ഷേ നമ്മൾ 2-ലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ മഡ്ഗാവ് ജംഗ്ഷനിലോട്ട് കയറുന്നു. നമ്മളങ്ങ് ഫ്രണ്ടിൽ പോവും. നമ്മൾ 7ാമത്തെ കോച്ചാണ് ലോക്കോയിന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശ്രീഗംഗാനഗർ എക്സ്പ്രസ് എന്നിട്ട് നമ്മൾ ഏകദേശം ഇവിടെയായിരുന്നു എത്തിയത്. ഈ ഫ്രൂട്ട് ജ്യൂസ് കടയുടെ അടുത്തായിരുന്നു എത്തിയത്. പിന്നെ വെള്ളമൊക്കെ മേടിക്കണം. വാട്ടർ ബോട്ടിലും അങ്ങനെ ഒരു സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഈ ഫുട്ഓവർ ബ്രിഡ്ജ് അൺസേഫ് ആയിട്ട് പെർമനൻ്റ്ലി ക്ലോസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിലൂടെ കട വല്ലതുണ്ടോ? ഇപ്പുറത്തായിട്ട് ഗോവ സമ്പർക്കാന്ത് എക്സ്പ്രസ് എടുക്കുന്നത് 30375 ഗാസിയാബാദിൻ്റെ. ചണ്ഡീഗഡ് മഡ്ഗാവ് ഗോവ സമ്പർക്കാന്ത് എക്സ്പ്രസ്. അപ്പുറത്തോട് കട വല്ലതും ഉണ്ടോ? ഒരു കടയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 11:30 മഡ്ഗാവിലെത്തി. നമുക്ക് വെള്ളം കുറച്ച് മേടിച്ചിട്ട് നമുക്ക് നമ്മുടെ കോച്ചിലോട്ട് പോവാം. നമ്മുടെ കോച്ച് വന്ന സ്ഥലത്ത് ഒന്നുമില്ല, കടയില്ല, ഒന്നുമില്ല. ആകെ വാട്ടർ ഡിസ്പെൻസർ മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ കുറച്ച് ദൂരം പുറകോട്ട് നടക്കേണ്ടി വന്നു.
സ്ലീപ്പർ കോച്ചുകളുടെ അടുത്തായിട്ടാണ് കട കിട്ടിയത്. അവിടെ പോയി നമ്മൾ വെള്ളം മേടിച്ച് തിരിച്ച് കോച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് തിരിച്ചു നിൽക്കുകയാണ്. പുറപ്പെടാറായോന്ന് അറിയില്ല, സ്റ്റാർട്ടർ കാണാൻ വയ്യ. 39 തന്നെ നമ്മൾ പുറപ്പെട്ടു. നമ്മളങ്ങനെ മടുകാവ് ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 2 നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. പണ്ട് ഗോവ സമ്പർക്രാന്തി എക്സ്പ്രസ്സിന് റേക്കായിരുന്നു മടുകാവ് എറണാകുളം എക്സ്പ്രസ്സിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് ഇൻഡിപെൻഡൻറ്റ് റേക്കായിട്ടുണ്ട്. എന്തിനാണ് നമ്മളെ കൊണ്ടത് ലൂപ്പിൽ കൊണ്ടത് കയറ്റുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. കൊങ്കൺ റെയിൽവേയിൽ അങ്ങനെ കുറേ ഫണ്ടുണ്ട്. അപ്പുറത്ത് അങ്ങേ അറ്റത്ത് പ്ലാറ്റ്ഫോം 5 6 WDP-40 കിടക്കുന്നത് പഞ്ചഗംഗ എക്സ്പ്രസ്സിൻ്റെ റേക്കാണ്. അതിനിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തിരിച്ച് ഇതായിട്ട് എക്സ്പ്രസ് സ്പെഷ്യലായിട്ട് കാർവാറിലേക്ക് പോകും. അതിൻ്റെ റെഗുലറൈസേഷൻ അപ്രൂവ് ആയിട്ടുണ്ട്. അത് സിംഗിൾ ട്രെയിനായിട്ടല്ല, കാർവാർ മഡ്ഗാവ് സ്പെഷ്യലും മഡ്ഗാവ് കാർവാർ സ്പെഷ്യലും അതിന് കാർവാർ ബാംഗ്ലൂർ പഞ്ചഗംഗ എക്സ്പ്രസ്. അപ്പോൾ അങ്ങനെ നമ്മൾ മഡ്ഗാവിൽ നിന്ന് പുറത്തിറങ്ങി മെയിൻ ലൈനിലോട്ട് കയറി. അത്രേ ആയിട്ടുള്ളൂ. മെയിൻ ലൈനിലോട്ട് കയറി സ്പീഡ് പിടിച്ച് കഴിഞ്ഞിട്ട് ഇതുവരെ നമുക്കിവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്. ദൈവകളി വേണേ വെട്ടുക. യൂണിവേഴ്സിറ്റി പറഞ്ഞ മഴ പെയ്യുന്നുണ്ട്. 12:30 6 കണ്ടിരിക്കുക. എല്ലായിടാവുള്ളൂ. പ്രായക്കാട്ട് ഡോക്ടറെ കാണാം. എന്നിട്ട് വല്ലതും കഴിക്കുക. കഴിച്ച് നോക്കിയാൽ മതി. കുറച്ചിട്ട് വെള്ളം കുടിക്കുക. നമ്മളങ്ങനെ തിവിമിലോട്ട് എത്തുകയാണ്. തിവിമിൽ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മളത് എക്സ്ട്രീം ലെഫ്റ്റിലെ ലൂപ്പിലോട്ട് വിടുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ലൂപ്പ് ഓക്യുപ്പൈഡ് ആണെന്ന് തോന്നുന്നു. ഒരു ലൂപ്പിൽ ഫ്രൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. മറ്റേ ലൂപ്പിലധികം വന്ദേ ഭാരത് വരാൻ പോകുന്നു. എന്തൊരു കണക്കിന് വന്ദേ ഭാരത് ഇവിടെ എത്തിയിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെയിൻ ലൈൻ വഴി വിട്ടാൽ മതിയായിരുന്നു. എന്താണോ ഉദ്ദേശം? അപ്പം അങ്ങനെ നമ്മൾ തിവിം സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. ഞാൻ പറഞ്ഞ നമുക്കിവിടെ സ്റ്റോപ്പില്ല. വന്ദേ ഭാരതിനിവിടെ സ്റ്റോപ്പ് ഉണ്ടേനും. നമ്മളെ മെയിൻ ലൈൻ വഴി അങ്ങ് എടുത്താൽ മതിയായിരുന്നു. KRൻ്റെ കുറച്ച് ക്രൂ വരണേന്ന് കയറിയായിരുന്നു. അവരെ ഇറക്കാൻ വേണ്ടി. മെയിൻ ലൈൻ ഓക്യുപ്പൈഡാണ്, വെറുതെ അല്ല. മെയിൻ ലൈൻ ഓക്യുപ്പൈഡാണ്, ലൂപ്പ് ലൈൻ ഓക്യുപ്പൈഡാണ്. അതാണ് നമ്മളെ ഫസ്റ്റ് ലൂപ്പ് വഴി എടുത്തിരിക്കുന്നത്. വന്ദേ ഭാരത്തിന് അങ്ങേയറ്റത്തെ ലൂപ്പ് വഴി എടുക്കുക. അങ്ങേയറ്റത്തെ പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ കൊണ്ട് വന്ദേ ഭാരത് ഇപ്പോൾ ഓൾറെഡി എത്തിയിട്ടുണ്ടാവും. ഇത് മിക്കവാറും നമ്മളൊരു ലൂപ്പ് ലൈൻ സ്കിപ്പ് ആവാനിപ്പോൾ സാധ്യതയുള്ളൂ. ഇത് റെയിൽ പാനൽ റേക്കാണ്. അതിൽ വെൽഡ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഗുത്തിയുടെ 34091 ആണ് ലീഡ് ലോക്ക്. ഒറ്റ ലോക്ക് BHEL ബിൽറ്റാണത്. അപ്പുറത്തൊരു BCN റേക്കുണ്ട്. വന്ദേ ഭാരത് വന്നിട്ടുണ്ട്. അങ്ങേറ്റത്ത് കിടക്കുന്ന കാണാം.
വന്ദേ ഭാരത് വന്ന് കിടക്കുന്നുണ്ട് 22229 മുംബൈ CSMT മഡ്ഗാവ് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വണ്ടിക്ക് ഇവിടെ സ്കെഡ്യൂൾഡ് ഹോൾട്ട് ഉള്ളതല്ല. സ്കെഡ്യൂൾഡ് ഹോൾട്ട് കർമാളിയിൽ മാത്രമേ ഉള്ളൂ. കർമാളി കഴിഞ്ഞാൽ പിന്നെ നേരെ എവിടെയാണോ ഹോൾട്ട്? എന്നാലും ഇവിടെ ഹോൾട്ടില്ല. പക്ഷെ നമ്മളിവിടെ വന്ന് നിന്നു. ഈ ഫുട്ബോൾ പിച്ച് വഴി ഇറങ്ങുന്ന ആൾക്കാരെല്ലാം ഇപ്പോൾ വന്ദേ ഭാരതിനോട് വന്ന് ഇറങ്ങിയ ആൾക്കാരാണ്. നോർത്ത് ഗോവയിൽ എവിടെ നിങ്ങൾ സൈറ്റ് സീയിന് വരികയാണെന്നുണ്ടെങ്കിലും വന്ദേ ഭാരത് അല്ല തിവിമാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടറായി. നമുക്കിനി അടുത്ത ക്രോസിങ് ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. ജനശതാബ്ദി എക്സ്പ്രസ് ഇപ്പോൾ ഏകദേശം സാവന്ത്വാടിയൊക്കെ എത്താറായിട്ടുണ്ട്. സാവന്ത്വാടി റോഡ് എത്താറായിട്ടുണ്ട്. ധാരപ്പ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ. അപ്പോൾ നമ്മളെ അടുത്ത സ്റ്റേഷനിൽ അല്ലെങ്കിൽ മധുരയിൽ പിടിച്ചിടാൻ നല്ല സാധ്യതയുണ്ട് അതിൻ്റെ ക്രോസിങ്ങിന് വേണ്ടി. മധുര എന്ന് പറയുന്നത് പറയുന്ന സ്റ്റേഷൻ മഹാരാഷ്ട്രയിലെ ആദ്യത്തെ സ്റ്റേഷനാണ്. പേട്നയ്ക്കും മധുരയ്ക്കും ഇടയ്ക്ക് വെച്ചാണ് നമ്മൾ ഗോവയിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് കയറുന്നത്. നമ്മളത് ജസ്റ്റ് തിരിച്ച് കയറുന്നത്. ഇതാണ് തിവി സ്റ്റേഷൻ്റെ ബോർഡ്. തിവി എന്നേ ഉള്ളൂ ഇവിടുത്തെ ലോക്കൽ ഭാഷ കൊങ്കണിയിൽ. ഹിന്ദിയിൽ തിവിം എന്നുണ്ട്, ഇംഗ്ലീഷിലും തിവിം എന്നുണ്ട്. അപ്പോൾ എം സൈലൻ്റ് ആണ്. എമ്മിന് ജസ്റ്റ് നേസൽ സൗണ്ട് മാത്രം, തിവി എന്നുള്ള സൗണ്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മളങ്ങനെ മെയിൻ ലൈനിലേക്ക് തിരിച്ച് കയറുന്നു. അടിപൊളി. നമ്മളെ പേട്നയുടെ ലൂപ്പ് ചെയ്യാണ്. പേട്ന എന്ന് പറയുന്നത് ഗോവയിലെ ലാസ്റ്റ് സ്റ്റേഷനാണ്. പേട്ന നമുക്ക് ലൂപ്പാണ്. ഈ ജനശതാബ്ദി വരാൻ വേണ്ടി ഇവിടെ കിടക്കാൻ പോവാണോ അതോ ലൂപ്പ് വഴി റൺ ത്രൂ ആണോ എന്താ പരിപാടി എന്നറിയില്ല. യാർഡ് കാലിയാണ്. അപ്പോൾ ലൂപ്പ് ലൈൻ സ്കിപ്പല്ല, നമ്മളിവിടെ കിടക്കാൻ പോകണം. ഇതാണ് നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം. ഒരു അണ്ടർ ഡെവലപ്ഡ് പ്ലാറ്റ്ഫോം. അവിടെ ഒരു ഷെൽട്ടറൊക്കെ ഉണ്ട്, പക്ഷേ വേറെ ഇതൊന്നുമില്ല, വേറെ സൗകര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഗോവയിൽ പൊതുവെ വേറെ സൗകര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇതാണ് നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം. മീൻമേൽ നമ്മളിവിടെ നിന്ന സമയത്ത് ഞാനെന്തോന്ന് നോക്കാൻ വേണ്ടി ഉള്ളിലോട്ട് കയറുന്നത്. അപ്പോൾ അപ്പുറത്ത് കൂടെ ഒരു ഫ്ലൈറ്റ് വന്നു. ഈ ട്രെയിനിൻ്റെ ഈറോഡ് വാപ്സാൻ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന പണ്ട് അതിന് ഈറോഡിൻ്റെ DM3 ഈറോഡിൻ്റെ DM3D ഒക്കെ ആയിരുന്നു ലിങ്ക്. അതാണ് സഡനായിട്ട് ഓർമ്മ വന്നത്. ഈ കാണുന്ന പുഴയാണ് ഗോവ മഹാരാഷ്ട്ര ബോർഡർ. ഇത് കടക്കുന്നതോടുകൂടി നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് കയറി. തേരേഖോൾ നദി എന്നാണ് എൻ്റെ പേര്. ഇവിടെ വെച്ച് നമ്മൾ രത്നഗിരി റീജിയനിലേക്ക് കടന്നു, കാർവാർ റീജിയനിൽ നിന്ന്. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിലോട്ടും കയറി, കൊങ്കൺ റെയിൽവേയുടെ രത്നഗിരി റീജിയനിലോട്ടും കയറി. മഹാരാഷ്ട്രയിലത്തെ ആദ്യത്തെ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മധുരൈ എന്ന് പറയുന്ന സ്റ്റേഷനാണ്. മധുരൈ ഇപ്പോൾ എത്താറായി. മധുരൈ കഴിഞ്ഞിട്ടാണ് സാവന്ത്വാടി റോഡ്. മഡൂരൈ സ്റ്റേഷൻ. മഡൂരൈ സാവന്ത്വാടി എത്തുന്നു. സാവന്ത്വാടി റോഡ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ലൂപ്പ് ചെയ്യണമെന്ന് തോന്നുന്നു. സ്പീഡ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. കാര്യം തേജസ് എക്സ്പ്രസ് ഓപ്പോസിറ്റ് ജാരപ്പ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞത്.
നമുക്കാണ് ഇഷ്ടംപോലെ ടൈം ഉള്ളതുകൊണ്ട് നമ്മളെ വേണമെങ്കിൽ ഇവിടെ ലൂപ്പ് കയറ്റി ഇരുത്താം. അവനിങ്ങ് വന്ന് പൊക്കോളും. കാര്യം അവന് 3 മണിക്ക് മടുകാവിലെത്തിയിട്ട് ഉടനെ 3:30 തിരിച്ചു പോകേണ്ടതാണ്. ഇവിടെ ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമിൽ ഡബിൾ ഡിസ്ചാർജ് പ്ലാറ്റ്ഫോമാണ് ഇവിടെ. അതിൽ 2 സൈഡിലും പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ മെയിൻ ലൈനിൽ ഒരു BOXN ട്രേക്ക് കിടക്കുന്നുണ്ട്. അതിനപ്പുറത്ത് ലൂപ്പ് ലൈനിൽ തുത്താരി എക്സ്പ്രസിൻ്റെ ട്രേക്കും കിടക്കുന്നുണ്ട്. നമ്മൾ സാവന്ത്വാടി റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സ്റ്റേഷനിൽ ഇപ്പുറത്തെ സൈഡിലും പ്ലാറ്റ്ഫോം ഉണ്ട്, അപ്പുറത്തെ സൈഡിലും പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ ഒരു ലൈനിന് അങ്ങനെ 2 സൈഡിലും പ്ലാറ്റ്ഫോം വരുന്നതിനാണ് നമ്മൾ ഡബിൾ ഡിസ്ചാർജ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതായത് ട്രെയിനിൽ നിന്ന് നമുക്ക് 2 ഭാഗത്തോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും, 2 സൈഡിലോട്ടും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഡബിൾ ഡിസ്ചാർജ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഈ തുത്താരി എക്സ്പ്രസ് ഇപ്പോഴും ഡീസൽ ലിങ്കാണ്. അതെനിക്ക് തോന്നുന്നു ഡീസൽ ലിങ്ക്, അതായത് ഒരു ഡീസൽ ലിങ്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ICF റേക്കാണ് ഇപ്പോഴും അതിന്. ഇതിനി എപ്പോഴാണ് LHB ഒക്കെ വരാൻ പോകുന്നത്. ഇവിടെയായിട്ട് തന്നെ WDP4D കിടക്കുന്നുണ്ട്. കല്യാൺ ഷെഡിൻ്റെ ലോക്കമാണിത്. നമ്പർ കിട്ടിയില്ല, 40016 ആണത്. ഇനിമേൽ മെയിൻ ലൈനിൽ പച്ച സിഗ്നൽ ആയി കഴിഞ്ഞു. മെയിൻ ലൈനിൽ അഡ്വാൻസ്ഡ് എല്ലാം പച്ചയായി. ഇപ്പോൾ നമ്മുടെ തേജസ് ഉടനെ ഇതുവഴി പുറത്തടിച്ച് പോകണം. അവിടെ നിന്ന് തേജസ് എക്സ്പ്രസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തേജസ് എക്സ്പ്രസ് പോയി. അപ്പോൾ തേജസ് എക്സ്പ്രസ്സിന് അടിപൊളി പോക്കായിരുന്നു. ഇതുവരെയുള്ള യാത്ര എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടറായി, നമുക്ക് നാട്ടിൽ വരാം. നമ്മൾ ലഞ്ച് വന്നിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് നമ്മൾ ലഞ്ചും കഴിച്ചേക്കാം. നമ്മുടെ സ്റ്റാർട്ടറായി. അപ്പോൾ അങ്ങനെ ക്രോസിങ് കഴിഞ്ഞ് നമ്മൾ വിട്ടു. നമുക്ക് തന്നെ പോയി പതുക്കെ ലഞ്ച് കഴിക്കാം. ലഞ്ച് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം. അതിനിടയ്ക്ക് നമ്മൾ കുടാൾ സ്റ്റേഷനെത്തും. കുടാൾ സ്റ്റേഷൻ ഞാൻ വിൻഡോന്ന് തന്നെ കാണിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റോപ്പുള്ള രത്നഗിരിയിലാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ മംഗള എക്സ്പ്രസ്സും അതുപോലെ യോഗനഗരി ഋഷികേശ് എക്സ്പ്രസ്സും പിന്നെ LTT മഡ്ഗാവ് എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. പാൻട്രിയിൽ നിന്നുള്ള ഫുഡാണ്. ചോറുണ്ട്, ഒരു കറിയുണ്ട്, തൈരാന്ന് തോന്നുന്നു, സാമ്പാർ, റൊട്ടിയൊക്കെ ഉണ്ട്. തുറന്നുകൊണ്ട് ചപ്പാത്തി ഉണ്ട്, ചോറുണ്ട്, ഒരു കറിയുണ്ട്, ഇന്നത്തെ തൈരുണ്ട്, ഇന്നത്തെ സാമ്പാറാണെന്ന് തോന്നുന്നു ഉണ്ട്. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നില്ല ഞാൻ തീർച്ചയായിട്ടും പറയാം. അപ്പോൾ കറക്റ്റ് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഡോറിലേക്ക് വന്നതും നമ്മൾ കുടാൾ സ്റ്റേഷനിലേക്ക് കയറിയിരിക്കുകയാണ്. ജസ്റ്റ് ചോറ് കഴിച്ച് വന്നേ ഉള്ളൂ. ചോറ് അടിപൊളിയായിരുന്നു. നല്ല സാമ്പാറുണ്ടായിരുന്നു അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഡ്രൈ വെജിറ്റബിൾ വേണമെന്ന് തോന്നി. ചപ്പാത്തിക്ക് ഒരു എരിശ്ശേരി പോലത്തെ ഒരു കറിയായിരുന്നു സത്യം പറയാനത്. വൻപയറും ഉരുളക്കിഴങ്ങും മത്തങ്ങയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ചോറിന് കൂടെ കൂട്ടാൻ പറ്റുന്ന പോലൊരു കറിയായിരുന്നു അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സംഭവം മൊത്തത്തിൽ പൊളിയായിരുന്നു. വളരെ പെട്ടെന്ന് നമ്മൾ നിർത്തിയെടുക്കുകയാണ്. അത് കുടാളിൽ നിന്ന് പുറപ്പെടുകയായി. കുടാളിൽ നിന്ന് പുറപ്പെടാൻ ഹോൺ അടിച്ചു കഴിഞ്ഞു. സമയം ഇപ്പോൾ 1:58. നമ്മൾ മിക്കവാറും 1-2 സ്റ്റേഷനുള്ളിൽ നമ്മൾ മംഗള എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ LTT മഡ്ഗാവ് എക്സ്പ്രസ്സിന് അതിന് ഏകദേശം 5-6 മണിക്കൂർ ലേറ്റാണ് വണ്ടി. അതുണ്ട്. പിന്നെ എൻ്റെ പുറകെ യോഗനഗരി ഋഷികേശ് തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ഉണ്ട്. ഈ 3 ക്രോസിങ്സ് നമുക്ക് ഏകദേശം രത്നഗിരിക്ക് മുമ്പുണ്ടാവും. കുടാളിലേക്കുള്ള എൻട്രി പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്കതിനെ എക്സിറ്റ് പിടിച്ചേക്കാം. നമ്മളങ്ങനെ കുടാൾ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങി.
നമുക്കങ്ങനെ കുറച്ചധികം നേരത്തെ പോസ്റ്റ് നിന്നിട്ട് ഇപ്പോൾ മംഗള കയറി വരുന്നുണ്ട്. കുറച്ചധികം നേരം നമ്മളിവിടെ കിടന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മംഗള പോയി. ഇനിയിപ്പോൾ പുറകെ LTT മടുകാൻ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതും കൂടി പോകുന്നവരെ നമ്മളിവിടെ നിർത്തുമോ അതോ അവനെ അവിടെ കൺകവലിൽ ഹോൾഡ് ചെയ്തിട്ട് നമ്മളങ്ങോട്ട് വിടുമോ എന്നുള്ളത് കണ്ടറിയാം. നമുക്ക് ക്ലിയറൻസായി. അപ്പോൾ LTT മടുകാം എക്സ്പ്രസ് കൺകവലിയിൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അതിപ്പോൾ കൺകവലിയിൽ എത്തിയിട്ടുണ്ടാവണം. അപ്പോൾ അവ 7-7.5 മണിക്കൂർ ലേറ്റാണ്. എന്താണ് അത്ര ലേറ്റായെന്ന് അറിയില്ല. ബോംബെ നിന്ന് വിട്ടതിന് ലേറ്റായിട്ടായിരിക്കും. ഭയങ്കര വിൻഡിയാണ്. ചെടികളുടെയൊക്കെ തന്നെ സൈഡിലോട്ട് ഇതായി നിൽക്കുന്ന കാണാം. നല്ല വിൻഡിയാണ് ഇവിടെ. നമ്മളിപ്പോൾ കൺകവലി സ്റ്റേഷൻ അതൊന്ന് കൺകവലി ഇവിടെ വെച്ച് നമ്മൾ മിക്കവാറും LTT മടുഗാം എക്സ്പ്രസിനെ ക്രോസ് ചെയ്യും. ഭയങ്കര ലേറ്റായിട്ട് ഓടുകയാണ് വണ്ടി. നദി ഇവിടെ കിടക്കുന്നുണ്ട്. 11099 ലോക്മാന്യ തിലക് ടെർമിനസ് മടുഗാം എക്സ്പ്രസ് 394389. വണ്ടി ഇപ്പോൾ 7-7.5 മണിക്കൂർ ലേറ്റാണ്. മടുഗാവ് ചെന്ന് ഉടനെ തിരിച്ചു വരാനുള്ള വണ്ടിയാണ്. നമ്മളിപ്പോൾ രാജാപൂർ റോഡിലേക്ക് കടക്കുകയാണ്. ഹോം സിഗ്നൽ പച്ചയായിരുന്നു, പക്ഷേ ഫ്രണ്ടിൽ ഒരു 30 km/h സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇനി നമുക്ക് 268 കിലോമീറ്റർ ഉണ്ട് റോഹയിലേക്ക്. അത് കൊങ്കൺ റെയിൽവേയുടെ എൻഡിങ്ങിലേക്ക്. ഇതാ ഇവിടെ രാജാപൂർ റോഡ് സ്റ്റേഷൻ. നമ്മളൊക്കെ അത് റോയപുരത്തിന് 30332. യോഗനഗരി ഋഷികേശ് തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ആണ്. നമ്മുടെ കേരള സമ്പർക്ക് ക്രാന്തിയും അതുപോലെ നമ്മുടെ ഏതായിരുന്നത് അമൃത്സർ കൊച്ചുവേളിയുടെയും സെയിം സ്ലോട്ടിലോടുന്ന വണ്ടിയാണ്. അപ്പോൾ അതേപോലെ പറപ്പിക്കൽ എക്സ്പെർട്ടാണിത്. പക്ഷേ ഇതിന് പാൻട്രി കാർ ഇല്ല എന്നുള്ളൊരു നെഗറ്റീവ് പോയിൻ്റ് ഉണ്ട്. സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടായതുകൊണ്ട് 2 വണ്ടിയും തേഞ്ഞു. നമ്മൾ പതുക്കെ കടന്നു പോയുള്ളൂ. നമ്മളിപ്പോൾ ആടവലി എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്.
ഇവിടെ നമ്മളെ കാത്ത് കല്യാണിൻ്റെ വാപ്പ് 74500 നിൽക്കുന്നു. ദിവാ സാവന്തവാടി റോഡ് എക്സ്പ്രസ് ആണ്. ഞാൻ നമ്മുടെ ലാസ്റ്റ് കൺകവലിൻ്റെ ക്രോസിങ് കഴിഞ്ഞിട്ട് നല്ല സുഖമായിട്ടൊന്ന് ഉറങ്ങി. ഇടയ്ക്ക് എപ്പോഴും വന്നപ്പോൾ വണ്ടി വെരാവലിൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ കിടക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഏകദേശം അരമണിക്കൂറോളം വണ്ടി അവിടെ തന്നെ കിടന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണരുമ്പോഴൊക്കെ വണ്ടി അവിടെ തന്നെ കിടക്കുമായിരുന്നു. അരമണിക്കൂറോളം അവിടെ കിടന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇത് വന്നത്. അപ്പോൾ നമ്മളവിടെ കിടക്കുന്ന സമയത്ത് ഒരു ഹോപ്പർ വാഗണാണ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ക്രോസ് ചെയ്ത് പോയത്. ലൈൻ ബ്ലോക്ക് പോലെ എടുത്തതായിരുന്നു അറിയില്ല. കാര്യം ഇവനും കുറേ നേരമായിട്ട് രത്നഗിരിക്ക് എപ്പോഴും നിവാസത്തിൽ കിടക്കുമായിരുന്നു ഈ ട്രെയിനും. ഈ വണ്ടി കുറേ നേരം നിവാസത്തിൽ കിടന്നു. ഇപ്പോൾ നമുക്കിവിടെ ഡേഞ്ചറാണ്, റെഡാണ്, നമ്മൾ പോവില്ല. ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പോവാണ്. विवाह सावंतवाड़ी एक्सप्रेस कुछ ही समय में प्लेटफॉर्म क्रमांक 1 से चलने को तैयार है. हम आपकी सफल, सुखद एवं मंगलमय यात्रा ക്രൂ ഇവിടെ ഇറങ്ങുന്നുണ്ടായിരുന്നു. അവരെ ഇറക്കാൻ വേണ്ടി നിർത്തി തന്നു. നമ്മളങ്ങനെ അടവലി സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇവിടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഫ്രൈറ്റ്, ചിലപ്പോൾ ഇതിൻ്റെ ക്രൂവിനെ കയറ്റാനോ ഇറക്കാനോ എന്തിനാണോ നമ്മളിവിടെ നിർത്തിയത്. ഒരു സെറ്റ് ക്രൂ അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്താ സംഭവം എന്നറിയില്ല. നിവാസർ ലൂപ്പിലോട്ട് കയറാൻ പോവാണോ എന്നൊരു സംശയമുണ്ട്. ഒരു വൈൽഡ് ഗസ് എന്നോട് മാണ്ടി നിൽക്കുന്നുണ്ടാവുന്നു. നമ്മളങ്ങനെ രത്നഗിരി സ്റ്റേഷനിലോട്ട് കയറുകയാണ്. പതിവ് പോലെ പ്ലാറ്റ്ഫോമിൽ ടൂലിക്കാൻ തോന്നുന്നു കൊണ്ടിട്ട്. നമ്മുടെ രത്നഗിരി വിട്ട ഉടനെ നമ്മൾ ഇവനെ ക്രോസ് ചെയ്യും, നേത്രാവതിയെ ക്രോസ് ചെയ്യും. എനിക്ക് തോന്നുന്നത് അതിൻ്റെ കൂട്ടത്തിൽ വണ്ടേ ഭാരത് നമ്മൾ ഓവർടേക്കാൻ സാധ്യതയുണ്ട്. ഭീകര തിരക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. അവിടെ ലൂധിയാനയുടെ 43435 കിടക്കുന്നുണ്ട്, വാഗൺ 9 NMG റേക്കോ ആയിട്ട്. ഇവിടെ അങ്ങ് ക്രൂ ചേഞ്ച് ഉണ്ട്. നമ്മൾ കയറുന്നത് സിആറിൻ്റെ ക്രൂ ആണെന്ന് തോന്നുന്നു. അതെ, സിആറിൻ്റെ ക്രൂ ആണ് ഇവിടെ നിന്ന് കയറുക. അതിൻ്റെയാണ് ലൈൻ ബോക്സ് കണ്ടത്. मिर्ची माला रत्नागिरी का गाड़ी का वड़ा पाव
അപ്പോൾ നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് രത്നഗിരിയിൽ. സമയം 5 മണിക്ക്. പതിപോലെ വളരെ പെട്ടെന്ന് സ്റ്റാർട്ടറായി. സമയം 5:02 ആയതേ ഉള്ളൂ. സ്റ്റാർട്ടറായി കഴിഞ്ഞു. പക്ഷേ എടുക്കാറില്ല ഇവന്മാർ. ഇപ്പം ക്രൂ ചെയ്യുന്നതുകൊണ്ട് എങ്ങനെ ഒരു 5 മിനിറ്റ് കിടക്കും. എന്നാലും നമുക്ക് നമ്മുടെ സീറ്റിലോട്ട് പോയേക്കാം. ഞാൻ മാറിയിരിക്കുന്നത് കയ്യിലെ ഒരു സാധനം വന്നില്ല. അപ്പം കളിയാറില്ല എൻ്റെ രണ്ട് പിടിയെടുക്കാം വേഗം വേഗം. നേത്രാവതി എക്സ്പ്രസ് ആണ്. നമ്മൾ റീസെൻ്റ് നേത്രാവതി എക്സ്പ്രസ്സിൽ താനേന്ന് ഷൊർണൂർക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അന്ന് നമ്മൾ പാൻട്രി കാറൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ പാൻട്രി ഉണ്ട്. അങ്ങനെ ഇന്നത്തെ നേരം പകൽ വെളിച്ചം ഏകദേശം കുറേ തീരാൻ അധികം സമയം ബാക്കിയില്ല. സമയം 5:50 ഇന്നൊരു 6:30 വരെയൊക്കെ നമുക്ക് പകൽ വെളിച്ചം കിട്ടുമായിരിക്കും. എൻ്റെ ഒരു കണക്ക് വെച്ച് വന്ദേ ഭാരത് നമ്മൾ അതിന് മുമ്പ് ഓവർടേക്ക് ചെയ്ത് പോകണം. ഒരു ചെറിയ ചെക്ക് ഡാം പോലെയുണ്ട്. കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല. സമ്മറൊക്കെ അല്ലേ. ഇതേ നമ്മൾ ലൂപ്പിലോട്ട് കയറുകയാണ്. ഇത് കടവായി എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. എന്തെങ്കിലും ഫ്ലൈറ്റിനെ ക്രോസ് ചെയ്യാനാണോ അതോ വന്ദേ ഭാരത് ഓവർടേക്കാണോ എന്നറിയില്ല. കടുവൈ എന്നാണ്. കടുവൈ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ലോ ലെവലാണ്. ലോ എന്ന് പറഞ്ഞാൽ ലോ ലെവൽ ട്രാക്ക് ലെവലിലുള്ള പ്ലാറ്റ്ഫോമാണ്. ഒരു വളരെ ചെറിയ സ്റ്റേഷൻ ബിൽഡിംഗ് കേട്ടോ. സിംഗിൾ ലൂപ്പുള്ള സ്റ്റേഷനാണ്. എനിക്കൊന്ന് ക്രോസിങ്ങിന് വേണ്ടി മാത്രം പടന്ന സ്റ്റേഷനാണ്. തൊട്ടപ്പുറത്തൊരു ഗ്രാമമുണ്ട്. അവിടെ നിന്നൊരു പാട്ടൊക്കെ കേൾക്കാനുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഡേ 2 ആണ് ശരിക്കും ഇത്. നമ്മുടെ ശരിക്കും ഡേ 1 ആണ്. ട്രെയിനിൻ്റെ ഡേ 2 ആണ്. അപ്പോൾ നമ്മളങ്ങനെ കൊങ്കൺ റെയിൽവേയിലെ യാത്ര പകൽ വിഷ്വൽസ് ഏകദേശം അവസാനിക്കാറായി. നമ്മൾ കടുവായി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ്. കടുവായിൽ ഇതുവരെ നമുക്ക് ഓപ്പോസിറ്റ് 2 ഡയറക്ഷനിലും സ്റ്റാർട്ടർ മാറിയിട്ടില്ല ഇതുവരെ. 2 ഡയറക്ഷനിൽ ഇത് റെഡാണ്. ഞാനിപ്പോൾ പാരസ്മെട്രിയിൽ നോക്കിയപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഭോക്കെ സ്റ്റേഷനിൽ, അതായത് ഏകദേശം 34 കിലോമീറ്റർ പുറകിലാണ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവന് വേണ്ടി നമ്മളിവിടെ പിടിച്ചിട്ടാണോ എന്തോ സീൻ എന്നുള്ളത് അറിയില്ല. അതോ ഇനി വല്ല ഫ്ലൈറ്റും ക്രോസിംഗ് ആണോ. എന്തായാലും സ്റ്റാർട്ടർ 2 ഡയറക്ഷനിൽ മാറിയിട്ടില്ല. ഇവിടെ ആകെ ഒരു ലൂപ്പ് ലൈനും ഒരു മെയിൻ ലൈനും മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറെ വണ്ടി എന്തായാലും ഇവിടെ വന്ന് അതും കൂടി ഡബിൾ ക്രോസിംഗ് ആവാൻ സാധ്യതയില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. മീൻമേൽ സൂര്യൻ അസ്തമിച്ച് തുടങ്ങി. സൂര്യ വെളിച്ചത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സൂര്യൻ അസ്തമിച്ച് തുടങ്ങി. അതിന് താമസിച്ച് അത് ഇരുട്ടാവും. അപ്പോൾ ഇതുവരെയുള്ള യാത്ര നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് ഇരിക്കുന്നു. വീഡിയോ തുടർന്നും കാണാം. കുറച്ച് നേരം കണ്ടിട്ട് നമുക്ക് തന്നെ സ്റ്റാർട്ടറായി. എന്ത് സംഭവം എന്നറിയാൻ മേല. ഞാൻ വിചാരിച്ച് VB ഒന്ന് ഓവർടേക്ക് ചെയ്യുന്നതാണ്. ആക്ച്വലി നമുക്കും ഖേഡ്വർ നോൺ സ്റ്റോപ്പാണ്, വന്ദേ ഭാരതും ഖേഡ്വർ നോൺ സ്റ്റോപ്പാണ്. 2 വണ്ടിയിലും ഖേഡ്വർ നോൺ സ്റ്റോപ്പാണ് റണ്ണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളങ്ങ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് പറത്തി 220 km/h അങ്ങ് ഓടി അങ്ങ് പോകും.
അതായത് ഈ റെയിൽവേ ഓഫീഷ്യൽസിൻ്റെ അവരുടെ ആ പ്രസിഡൻസ് കൊടുക്കുന്നതിൻ്റെ ലോജിക്ക് നമ്മുടെ സാധാരണക്കാർക്ക് മാറാൻ മനസ്സിലാവില്ല. അതായത് അത് ലോജിക്കില്ലാത്തൊരു ലോജിക്കാണ് റെയിൽവേ ഓഫീഷ്യൽസിൻ്റെ. ഓ ഭയങ്കര കുലുക്കം. നമ്മൾ വീണ്ടും ലൂപ്പ് ചെയ്യണമെന്ന് തോന്നുന്നു. പതുക്കെ സ്റ്റേഷനിലോട്ട് കയറി വന്ന് അല്ല ലൂപ്പല്ല, മെയിൻ ലൈൻ തന്നെയാണ്. സ്പീഡ് റെസ്ട്രിക്ഷൻ വല്ലതായിരുന്നോ? 69181 ബുദ്ധി ഷെഡിൻ്റെ WDG 6G ആണ്. രണ്ടാമത്തെ ലോക്കോ 69105, രണ്ടും ബുദ്ധി ഷെഡിൻ്റെ. ആരവലി റോഡായിരുന്നു സ്റ്റേഷൻ. സ്റ്റേഷൻ ബിൽഡിംഗ് ഉണ്ട്. മടുകാൻ വിട്ടപ്പോൾ ഈ ചതഞ്ഞ് ഓടിയത്. അത് കഴിഞ്ഞ് വന്ന് ആ കടുവായിലത്തെ ഹോൾട്ട് കഴിഞ്ഞിട്ട് പിന്നെ ബാധ കയറിയ പോലെയാണ്. അത് പോക്കാണ്. എന്നെ പുറപ്പിക്കില്ലെന്നറിയോ? ചിപ്ലൂൺ എത്തണം. ചിപ്ലൂൺ നമ്മൾ നിൽക്കുകയാണോ അതോ പറത്തിയടിച്ച് പോകുമെന്നുള്ളത് കണ്ടറിയണം. സൂര്യൻ അസ്തമിക്കുകയായി, കണ്ടില്ലേ? സൂര്യൻ ആ മലയുടെ പുറകിലോട്ടങ്ങ് പോയി. അപ്പോൾ ഇന്നത്തെ ഡേ ലൈറ്റ് വിഷ്വൽസ് ഇതോടുകൂടി നമ്മൾ അവസാനിക്കും. നമ്മൾ നിർത്തുകയാണെന്ന് തോന്നുന്നു ചിപ്ലൂണിൽ. ആംബർ സിഗ്നൽ. ഇതാണ് വശിഷ്ഠി നദി. വശിഷ്ഠി നദിയിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഇന്ന്. കഴിഞ്ഞ ട്രിപ്പിൽ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. പിന്നെ അപ്സ്ട്രീം വല്ല ഡാമോ വല്ല ഉള്ളൂ, എന്താ സംഭവം അറിയില്ല കേട്ടോ. ഇങ്ങനെ വെള്ളം ഇപ്പോൾ സഡനായിട്ട് ഇന്നിപ്പോൾ ഒഴുകിപ്പോവാൻ. അപ്പോൾ നമ്മളങ്ങനെ ചിപ്ലൂണിലേക്ക് എടുക്കുന്നു. നേരത്തെ ആംബറാണെങ്കിൽ ഇപ്പോൾ പച്ചയായി. അപ്പോൾ നമ്മൾ ചിപ്ലൂണിൽ നിൽക്കുന്നില്ല, നമ്മൾ പറത്തിയടിച്ച് പോവും. അപ്പോൾ ഇനി മിക്കവാറും എനിക്കൊന്ന് കേട് വരെ നമുക്ക് തന്നെ ക്ലിയറൻസ് കിട്ടിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ കേടിന് വിളിച്ച ശേഷം മുമ്പോലും പിടിച്ചിട്ട് വരികയും കടത്തി വിട്ടാൽ മതിയായിരുന്നു.
അടിച്ച് പറത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു ദയാദാക്ഷിണ്യമില്ലാണ് നമ്മൾ വരുന്നത്. നമ്മൾ കേടെത്താറായി. എനിക്കൊന്ന് കേടിലിട്ട് ചിലപ്പോൾ വന്ദേ ഭാരതിനെ കയറ്റി വിടുമായിരിക്കും. വന്ദേ ഭാരത് നമ്മുടെ പുറകെ നിന്നുണ്ട്. ചിലപ്പോൾ കേടിൽ നമ്മൾ എക്സ്ട്രാ കുറച്ച് കൂടി കിടത്തിയിട്ട് വന്ദേ ഭാരതിനെ കയറ്റി വിടാൻ സാധ്യത. വന്ദേ ഭാരതിനും കേടിൽ സ്റ്റോപ്പുണ്ട്. വേറൊരു കോംപ്ലിക്കേഷൻസ് ഓപ്പോസിറ്റ് ലൈനിൽ മത്സ്യഗന്ധ വരുന്നുണ്ട്, അതിനും കേട് സ്റ്റോപ്പുണ്ട്. അപ്പോൾ കേട് സ്റ്റോപ്പിൽ 3 ട്രെയിനുകൾ ഒരുമിച്ച് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് കണ്ടറിയണം. സിആറിൻ്റെ ക്രൂ വെടിക്കെട്ട് ആഘോഷിക്കുകയാണ്. കാരണം സിആർ കയറി കഴിഞ്ഞാൽ പിന്നെ 120 പിടിക്കാൻ പറ്റില്ല അവർക്ക്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു, സൂര്യൻ ഡിസപ്പിയർ ആയി. അപ്പം അങ്ങനെ നമ്മൾ തേർഡ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. മെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് കയറ്റുന്നത്. അപ്പം നമ്മളിവിടുന്ന് പറഞ്ഞു വിടും, നമ്മളെ വിട്ടിട്ടേ വന്ദേ ഭാരത് എടുക്കുള്ളൂ. ഇനിയൊരു പോസിബിലിറ്റി ഉള്ളതെന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് വിട്ടിട്ട് അടുത്ത സ്റ്റേഷൻ കടമ്പണി ഉദ്രക്കം എന്നാണ് അടുത്ത സ്റ്റേഷൻ, അവിടെ കൊണ്ട് ഇട്ടിട്ട് വന്ദേ ഭാരതിനെ കയറ്റി വിടാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. കയറ്റി വിടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് മാൻഗാവിലൊരു സ്റ്റോപ്പ് ഉള്ളതുകൊണ്ടാണ് എനിക്കത് കയറ്റി വിടുമെന്ന് എനിക്ക് തോന്നുന്നത്. നോൺ സ്റ്റോപ്പ് വിടാനും സാധ്യതയൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഖേഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് പേര് കയറാണ്ട് ഇവിടെ. ഒത്തിരി പേര് കയറാണ്ട്. മഹാരാഷ്ട്രയിലത്തെ എല്ലാ സ്റ്റേഷനുകളും പോലും ഇവിടെയും അവർ പുറത്ത് അവർ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. प्लॅटफॉर्म क्रमांक 2 वर येत आहे. प्लॅटफॉर्म क्रमांक 2 वर जाण्यासाठी कृपया यात्रियों ध्यान दीजिए. गाड़ी नंबर 22230 मडगांव से मुंबई छत्रपति शिवाजी महाराज टर्मिनल्स को जाने वाली वंदे भारत एक्सप्रेस आज प्लेटफॉर्म नंबर 2 पे आ रही है. വന്ദേ ഭാരത് ഇവിടെ വെച്ച് നമ്മൾ ഓട്ടേക്ക്. അപ്പോൾ അങ്ങനെ വന്ദേ ഭാരത് വരുന്നുണ്ട്. അപ്പോൾ ആ വരുന്നതാണ് 2230 മഡ്ഗാവ് മുംബൈ CSMT വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇതിന് നമ്മളൊരിക്കലും ഒരു end to end ട്രിപ്പ് ഉണ്ട്, ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് റൈഡ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അവൻ വന്നു നിന്നു, ആളെ കയറ്റി ഇറക്കി, ഇതാ പോവായി. നമുക്കിനി സമയം എടുക്കും. ഇനി അടുത്ത സ്റ്റേഷൻ പാസ് ചെയ്യണം. അടുത്ത സ്റ്റേഷനിൽ മത്സ്യഗന്ധ കിടപ്പുണ്ട്. അപ്പോൾ മിക്കവാറും ഇവൻ അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോൾ മത്സ്യഗന്ധ ഇങ്ങോട്ട് വിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മത്സ്യഗന്ധ ഇവിടെ എത്തിയാലേ നമുക്ക് പോകാൻ പറ്റും. ഏഴ് 13 കേടുന്ന് എടുത്തു. ഇപ്പോൾ അടുത്ത സ്റ്റോപ്പ് മാൻഗാവാണ്. അതിനിടയ്ക്ക് നമ്മൾ മത്സ്യഗന്ധ ക്രോസ് ചെയ്യും. ഏതാ സാധനം നോക്കട്ടെ. 8:20 ഡിന്നർ വന്നു.
ചപ്പാത്തിയാണ് ഞാൻ പറഞ്ഞത്. ചപ്പാത്തിയും കറിയും. UDF പൊട്ടിത്തെറി. ഞാൻ വനവാസത്തിന് പോവുകയാണ്. ഉരുളക്കിഴങ്ങിൻ്റെ കറി. 2, 4, 6, 8 സീറ്റാണ്. ഗോതമംഗല ശിവു തെക്കുംപുറം. ചപ്പാത്തിക്കറി സൂപ്പറാണ്, അടിപൊളി കറിയാം. അപ്പോൾ നമ്മളങ്ങനെ റോഹയിലേക്ക് എത്തുകയാണ്. ഇടയ്ക്ക് ട്രെയിൻ മാൻഗാവ് സ്റ്റേഷൻ നിർത്തിയായിരുന്നു കേട്ടോ. മാൻഗാവ് നിർത്തിയ സമയത്ത് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാതെ പിന്നെ പുറത്തുപോയി വീഡിയോ എടുത്തില്ല. അടിപൊളി ഫുഡാണ്, പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ക്യാൻറ്റീൻ്റെ പാൻട്രിയിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതായിരുന്നു, ലഞ്ച് നല്ലതായിരുന്നു, ഡിന്നർ നല്ലതായിരുന്നു. അപ്പം നാളെ വരുന്ന ഫുഡിന് വ്യത്യാസം ഉണ്ടാവും എന്നാണ് വെണ്ടർ പറഞ്ഞത്. കാരണം നാളെ ഗുജറാത്തിൽ കൂടെ ഓടുന്നതുകൊണ്ട് കുറച്ച് ഫുഡിൻ്റെ സ്റ്റൈലിന് വ്യത്യാസം ഉണ്ടാവും. അപ്പം നാളെ എന്താ ഫുഡ് നമുക്കിനി നോക്കാം. ഇപ്പോൾ റോഹ സ്റ്റേഷൻ വഴിയുള്ള റൺത്രൂ ആണ്. നമുക്ക് റൺത്രൂ തന്നെ കിട്ടി, പച്ച സിഗ്നലാണ്. നമ്മുടെ ഈ ട്രെയിനിന് രത്നഗിരിക്ക് മുമ്പുള്ള ഹോൾട്ടിൽ ഏകദേശം ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂറോളം നമുക്ക് നഷ്ടപ്പെട്ടു. രത്നഗിരിക്ക് മുമ്പും രത്നഗിരി കഴിഞ്ഞിട്ടും പിന്നെ കേടില്ലാന്ന് കിടന്നതെല്ലാം കൂടി ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് സമയം നഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കത് പൻവേലെത്തുമ്പോൾ വലിയ ഡിലേ ഉണ്ടാവില്ല. പൻവേലെന്തായാലും കറക്റ്റ് ടൈമിൽ എത്തുക. കാര്യം ഇപ്പോൾ മണി 8:42. പൻവേലെന്തായാലും കറക്റ്റ് ടൈമിൽ എത്തില്ല. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ചെല്ലും തോന്നുന്നു. ഒരു 1/2 മണിക്കൂർ ഡിലേ ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ പൻവേൽ കാണിക്കാൻ നിൽക്കില്ല, ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോൾ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പൻവേൽ ജംഗ്ഷനിലേക്ക് കയറുകയാണ്. പൻവേലും കാണിക്കാൻ നിൽക്കുന്നില്ലെന്നൊക്കെ വിചാരിച്ച് കിടന്നതാണ്, പക്ഷേ ഉറക്കം വന്നില്ല. സമയം 9:56, ഏകദേശം 9:57, ഏകദേശം 1/2 മണിക്കൂർ ലേറ്റാണ്. ഇവിടെയൊക്കെ കുറേ ഭാഗങ്ങൾ അടച്ചു കെട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ അടച്ചു കെട്ടിയിട്ടുണ്ടായിരുന്ന കുറച്ച് ഭാഗം നടുക്ക് മതിൽ പോലെ ഉണ്ടായിരുന്നൊക്കെ പൊളിച്ചു കളഞ്ഞു. ഇനി അപ്പുറത്ത് പുതിയ പ്ലാറ്റ്ഫോം എല്ലാം വരുവാണോ? അവിടെ അടച്ച് ഇല്ല, 3 അടച്ച് കെട്ടിയവർ, പൊക്കി കെട്ടിയവർ, അടച്ചു കെട്ടിയല്ല പൊക്കി കെട്ടി. അപ്പോൾ അത്രയും ഭാഗം എക്സ്പ്രസ് ട്രെയിനുകളുടെ ടെർമിനൽസിലെ ഷോപ്സുകളൊക്കെ തുടങ്ങാൻ പോയിരിക്കും ഇവിടെ. അപ്പോൾ നമ്മളങ്ങനെ പൻവേലിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു മതിലുണ്ടായിരുന്നു, കണ്ടോ? ഈ മതിലുണ്ടായിരുന്നു. ഈ മതിലിന് അപ്പുറത്തൊക്കെ ഉള്ളതാണ് പഴയ പ്ലാറ്റ്ഫോം നമ്പർ 4. അതിപ്പോൾ ഇല്ല, പ്ലാറ്റ്ഫോം അവർ ഡിസ്മാൻഡിൽ ചെയ്തു. അതിനപ്പുറത്ത് പഴയ പ്ലാറ്റ്ഫോം 3 ഉണ്ടായിരുന്ന ഡിസ്മാൻഡിൽ ചെയ്ത് അവിടെ WDFCയുടെ ലൈൻ വിട്ട് വരും. അപ്പോൾ അതാണ് പൻവേൽ. അപ്പോൾ ഈ പാർട്ട് ഓഫ് വീഡിയോയിൽ ഇത്ര ഉണ്ടാവുള്ളൂ, പൻവേൽ വരെ ഉണ്ടാവുള്ളൂ. ബാക്കി നമുക്ക് നാളെ രാവിലെ നമ്മൾ അഹമ്മദാബാദ് മുതൽ കണ്ടിന്യൂ എന്നാണ് വിചാരിക്കുന്നത്. അഹമ്മദാബാദ് എത്തുമ്പോഴേക്കും ഉണരുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അഹമ്മദാബാദ് മുതൽ കണ്ടിന്യൂ എന്നാണ് എൻ്റെ ഒരു പ്ലാനും. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ്സ്, ഫീഡ്ബാക്ക്, സജഷൻസ് രേഖപ്പെടുത്തുക. സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. This is Vinay Shankar signing off from Platform 7. See you again in the next video. Until then, bye-bye.